ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون. صدق الله. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് ഉറങ്ങിയിട്ടുണ്ടാവുമെന്നറിയില്ല. ആ ബാക്കിലുള്ള ആളിങ്ങനെ മുമ്പിലിരിക്കാനൊരു മടി പോലെ ഇല്ലേ? നാളെ ആഖിറത്തിൽ ദുനിയാവിൽ രണ്ട് സ്വർഗമില്ലേ? ഇല്ലേ? ഉണ്ടോ? ഹബീബായ തങ്ങൾ പറഞ്ഞ രണ്ട് സ്വർഗമുണ്ട്. ഏതാണ് ആ രണ്ട് സ്വർഗം? ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما مضى يا واصي الكرم يا ربي بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا صاحب البغداد كل حاضري يا مطلب الحاجات يا عبد القادر يا قادر يا قادر يا قادر يا قادر يا شيخ عبد القادر يا صاحب البغداد كل ناصري يا مطلب الحاجات يا عبد القادر يا قادر يا قادر يا قادر يا قادر يا
شيخ عبد القادر يا صاحب البغداد كل ناظري يا مطلب الحاجات عبد القادر يا قادري يا قادري يا قادري يا قادري يا شيخ عبد القادر الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا يا رسول الله قلت حيلتنا يا رسول الله أدركنا انظرنا يا رسول رب العالمين الله سبحانه وتعالى നാം ഈ ഒരുമിച്ച് കൂടിയത് പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടുത്തെ പരമ്പരയിൽ വരുന്ന ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ തിരുനോട്ടം അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിൽ അല്ലാഹു നൽകുമാറാവട്ടെ. വിശുദ്ധമായ റജബ് മാസത്തിന്റെ ഏറ്റവും വലിയ അനുസ്മരണം അതാഉർ റസൂൽ ആമിറുർ റസൂൽ ഖാജ മുഈനുദ്ദീൻ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. കിബ്ർ, ഹസദ്, റിയാ, മോശമായ ചിന്തകൾ റബ്ബേ നീ ഞങ്ങളെ ഖൽബിൽ നിന്ന് എടുത്തു മാറ്റി നിന്റെ സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉപ്പാപ്പമാർ, ഉമ്മാമമാർ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സഹായിച്ചവർ, നമ്മുടെ കൂട്ടുകാർ പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗീയത്തോപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ മജ്ലിസ് ഹബീബായ മുത്തായ തങ്ങൾ കാണുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവിടെ ഇരിക്കാം. ഇനി പാതിരാ സമയമായി, ഇനി വയല് പറയേണ്ട സമയമല്ല, ആണോ? അല്ലേ? ഇനി വേഗം ഉറങ്ങേണ്ട സമയമാണ്. വജഅൽനൽ ലൈല ലിബാസാ, ഇല്ലേ? ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? രാത്രിയായാൽ എന്താകണം? വേഗം കിടന്നുറങ്ങണം, അല്ലേ? ഉറങ്ങണ്ടേ? ഇന്നുറങ്ങണ്ട. വയല് പറയണമെന്ന് പറയുന്ന ആളൊന്ന് കൈ വന്ദിച്ച് നോക്കട്ടെ. വലിയ ഇൻട്രസ്റ്റ് ഇല്ല ആയിരിക്കും. ഒന്ന് വന്ദിച്ച് നോക്കട്ടെ. ഉണ്ട്. ഈ നാടിൽ ഞാൻ വരുന്നത്, ഇവിടുത്തെ മുമ്പ് വരുമ്പോൾ ഈ ഖത്തീബ് ഉസ്താദ് ഉണ്ടോ എന്നറിയില്ല. ഉണ്ട്. അപ്പം ഭയം ഖത്തീബ് ഉസ്താദ് ഉണ്ട്. ഈ സ്റ്റേജിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്, സദസ്സിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഒരുപാട് മുഅ്മിൻ മുഅ്മിനാത്തുകൾ ഉള്ള നാടാണ്. ഏത് വെട്ടു ഭയങ്കര ഭാരമാണ്, അല്ലേ? ഭാര വെട്ടു അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം തോന്നുന്നുണ്ട്, അല്ലേ? ജണ്ട മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഭാരപ്പെട്ടു. നമ്മൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്? ഖുത്ബിയ്യത്തിന്റെ വാർഷികം, ഇല്ലേ? ഖുത്ബിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഖുത്ബിയ്യത്ത് നടത്താറില്ലേ?
എല്ലാ മാസവും ഇവിടെ ഖുതുബിയത്ത് നടത്താറുണ്ട്. അതിൻ്റെ വാർഷിക മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ വിളിക്കാൻ പാടുണ്ടോ എന്ന് ചില ആള് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാതെ വിളിക്കാൻ പാടില്ല എന്ന് ചില വിവരമുള്ള ഇല്ലാത്തവർ തെറ്റിദ്ധരിപ്പിക്കും. അവരെ ശർറുകളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ഈ നാട്ടിൽ വലിയ പൈസക്കാരനാരാ? നിങ്ങളാ? ഇല്ലേ? പൈസക്കാരനില്ലേ ഇവിടെ? ഒരാളെ പേര് പറയും. ആരും പൈസ ഉണ്ടോ ഇല്ലയോ? ഉള്ളേല് വലിയ ആളാരാ? നല്ല അടക്കൊക്കെ ഉള്ള നാടാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനിവിടെ പണ്ട് വന്നപ്പോ ഈ പള്ളിക്ക് വേണ്ടി പിരിവെടുത്ത പള്ളി കെട്ടിയോ? പള്ളി കെട്ടി അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല നാടാണ്. ഇൻഷാ അല്ലാഹ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ വിളിക്കുകയാണ്. ഇല്ലേ? യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇങ്ങനെ 1000 വട്ടം വിളിക്കുകയാണ്. ഇല്ലേ? ഇപ്പൊ 1000 ഒന്നും ഇല്ല, അതൊക്കെ ചുരുങ്ങിയോന്ന് അറിയില്ല. ഇപ്പൊ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ومن ينادي اسمي ألفا بخلوته عزما بهمته صرما لعفوته عجبته مسرعا من أجل دعوته فليدعو يا عبد القادر محي الدين يا محي. അപ്പൊ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ ഒരാൾ വിളിച്ചാൽ മഹാനവറുകൾ ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തിൽ ഒരാൾ വിളിക്കാൻ. എന്താണ്? അല്ലാന്ന് കരുതിയിട്ട് വിളിക്കല്ല, റബ്ബാണ് എന്ന് കരുതിയിട്ട് ആരെ വിളിക്കല്ല. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ വിളിക്കല്ല. ഞാൻ നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ, ആരാണ് വലിയ പണക്കാരനെന്ന്? ഒരാളെ പേരെങ്കും പറയും ഉസ്താദേ. അല്ല, അയാൾ എന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞു എന്ന് പറയണ്ട. അപ്പൊ ഏതോ ആവട്ടെ, ഒരു പണക്കാരൻ, പണം ഉള്ളത് കൊണ്ടാണ് പണക്കാരൻ എന്ന് പറഞ്ഞത്. ഇല്ലേ? പണം ഉള്ളത് കൊണ്ടല്ലേ? അപ്പൊ പണം ഉള്ളത് കൊണ്ടാണ് പണക്കാരൻ എന്ന് പറഞ്ഞത്. ആ പണക്കാരനോട് പോയിട്ട് സഹായം ചോദിക്കാൻ കുറച്ച് പണം തരുമോ? എന്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കാശ് തരുമോ എന്ന് ചോദിക്കുമ്പോ അയാൾ തന്നു. എന്നാ ശിർക്കാവും, മുശ്രിക്കാവും? അയാളോട് ചോദിക്കല് ശിർക്കാവും? ഇല്ല. ഒരാൾക്ക് കറാമത്ത് കൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ദാഹിച്ചിട്ട് വയ്യ നബിയേ, ഞങ്ങൾക്ക് വെള്ളം വേണം. ഇല്ലേ? വെള്ളം വേണം നബിയേ എന്ന് പറയുമ്പോ ഹബീബായ തങ്ങള് അവിടുത്തെ കൈ, ഇന്നും ജഅറാനയിൽ പോയാ കാണാ. നിങ്ങൾ ഉംറക്ക് പോയിട്ടില്ലേ? ഹജ്ജിന് പോയല്ലേ? ബഡാ ഉംറ എന്ന് പറയൂ. അപ്പൊ ജഅറാനയിൽ പോയാൽ ഇന്നും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രത്തിൽ കൈ ഇങ്ങനെ വെച്ചപ്പോ അവിടത്തെ കൈയിന്റെ വിരലിന്റെ ഇടയിലൂടെ നിർഗളിച്ച വെള്ളം, ആ വെള്ളം സ്വഹാബത്ത് വുളു എടുത്തു, അവിടുന്ന് കുടിച്ചു. അല്ലാഹുവിനോടല്ല വെള്ളം ചോദിച്ചത്, ആരോടാണ്? ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് വെള്ളം തരണം.
അപ്പൊ മുഅ്ജിസത്ത് കൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊടുത്തു. അതേപോലെ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാന്മാരായ ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. ആ കറാമത്ത് കൊണ്ട് മഹാന്മാർ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി മഹാന്മാരെ വിളിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഒരു ശിർക്കും അല്ല. അല്ലാഹുവാണ് കറാമത്ത് കൊടുത്തത്. ആ കറാമത്ത് കൊണ്ട്, അതായത് അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ സഹായിക്കുമെന്നാണല്ലോ. ആ സഹായം കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി അൽഫം ബി ഖൽവതിഹി ഹസ്മം ബിഹിമ്മതിഹി, വളരെ കൽബിലൊന്നുമില്ലാത്ത നിലക്ക് മഹാനവറുകൾ എന്നെ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി വിളിച്ചാൽ ആ വിളി കേൾക്കാൻ കഴിവുള്ള മഹാനാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ ഞാൻ ഓതിയ ആയത്ത് അത് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ സമയം എത്രയായി? 11 മണിയാകുമ്പോഴാണ്. ഉറങ്ങണ്ടേ? ഉറങ്ങണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ആയത്ത് മാത്രം വിശദീകരിക്കാൻ നമ്മളൊക്കെ വിജയിക്കണം. ഇല്ലേ? ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? കച്ചവടം ചെയ്യുന്നത് എന്തിനാ? ജീവിക്കാനാ. ജീവിക്കുന്നത് എന്തിനാ? എന്റെ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വിജയത്തിലായിരിക്കണം. ആ വിജയം ഏതാണ്? അല്ലെ, നമ്മളെ കുട്ടികള് സ്കൂളിൽ പരീക്ഷ എഴുതുമ്പോ അതിനൊരു വിജയം വേണം. ഏതൊരു വിഷയം പരിശോധിച്ചാൽ അതിന്റെ അന്ത്യ അഭിലാഷം വിജയത്തിലായിരിക്കണം എന്ന ലക്ഷ്യമാണ് എന്റെയും നിങ്ങളുടേതും. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാൻ ആരാണ് വിജയിച്ചവർ എന്നറിയണ്ടേ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവനാണ് വിജയിച്ചു കഴിഞ്ഞവൻ. മുഅ്മിനായ മനുഷ്യൻ ഈമാനുള്ളവനാണ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉദാഹരണം പറയാം. ഈ കറണ്ട് നിങ്ങൾ കണ്ടില്ലേ? ഈ ലൈറ്റുകൾ കത്തുന്നത് കണ്ടില്ലേ? ഇതെങ്ങനെയാണ്? അതിൽ വെറും ഒരു വയറല്ല, 2 വയറുണ്ടാവും. ഇല്ലേ? ഇല്ലേ? 2 വയറില്ലേ? ഒന്ന് അതിനെന്താ പറയാ? എർത്ത്. മറ്റൊന്ന് എന്താ പറയാ? അതിന്റെ മെയിൻ. അപ്പൊ ഇത് രണ്ടും കൂടി ഒരു വയറ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ ആ ലൈറ്റ് കത്തൂല. ഒരിക്കലും കത്തൂല. എർത്തും അതിന്റെ ഇവനെ അറിയൂ. അത് മെയിൻ വയർ. അതും അതിന്റെ കൂടെ എന്തും കത്തണോ? കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ? ഈ ലൈറ്റ് കത്തുള്ളൂ. ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അത് മെയിൻ വയറാണ്. ഇല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മെയിൻ. ഒരാളെ തൗഹീദ് അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു സംശയവുമില്ല. ഇലാഹിന്റെ അധികാരം നീ മാത്രമാണ് അല്ലാഹ്. മെയിൻ വയറിങ്ങനെ കൊടുത്തു. എന്നാൽ ലൈറ്റ് കത്തുമോ? ഇല്ല. എന്നാൽ അതിന്റെ കൂടെ എർത്തും കൂടി കൊടുക്കണം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി. ഈ 2 വയറും കൂടി കൊടുത്താലേ എന്തിന് പ്രകാശം കിട്ടൂ? നമ്മുടെ ഈമാൻ പ്രകാശിക്കുകയുള്ളൂ. ഇല്ലേ? ഈ 2 വയറും കൊണ്ടുപോയി കൊടുത്താലേ, ഈ 2 വയർ കൊടുത്താലേ എന്താകുകയുള്ളൂ? നമ്മുടെ ഈമാനിന്റെ ലൈറ്റ് വോൾട്ടേജ്, അത് പ്രകാശം, അത് കിട്ടണമെങ്കിൽ ഇത് 2ഉം കൂടി വേണം. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ള മനുഷ്യ
നീ വിജയിക്കും എന്നല്ല പറഞ്ഞത്. അവിടെ ഖദ് എന്ന് ഖുർആനിൽ ഖദ് എന്ന് പറഞ്ഞു. അത് മൗലമാരോട് പറയേണ്ട ആവശ്യമില്ല. ഖുർആനിൽ ഖദ് ഇട്ടാൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. അത് എന്തിനാണുള്ളത് എന്നുള്ളത്. പിന്നെയോ അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവൻ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമതായി വിശ്വാസം വേണ്ടത് ആരോടാണ്? നമ്മുടെ മദ്രസ പുസ്തകത്തിൽ നമ്മൾ പഠിപ്പിച്ചു, ഈമാനിന്റെ കാര്യം പഠിപ്പിച്ചു. ആ ഈമാൻ കാര്യം അൻതുമിന ബില്ലാഹ്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം മനുഷ്യ നിന്റെ ഹൃദയത്തിൽ അത് അടിയുറക്കണം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, മുസൽമാന്റെ ഹൃദയത്തിൽ അല്ലാഹുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞതുപോലെ അതാണ് ഏറ്റവും അടിയുറച്ച വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ നാവ് ലാ ഇലാഹ ഇല്ലല്ലാഹി, നിന്റെ ഖൽബ് ലാ ഇലാഹ ഇല്ലല്ലാഹി. അതേ ഫദ്കുറൂനി അദ്കുറുകും, എന്നെ നീ സ്മരിച്ചാൽ, എന്നെ ദിക്ർ ചൊല്ലിയാൽ, എന്നിലുള്ള വിശ്വാസം റൂഢമാലമായാൽ അദ്കുറുകും, നിന്നെ ഞാൻ ഓർക്കുകയാണ്. ഭാരവട്ടിയിലുള്ള അബ്ദുറഹ്മാൻ ഉണ്ടല്ലോ, ആ അബ്ദുറഹ്മാനിന് അല്ലാഹുവിൽ നല്ല വിശ്വാസമാണ്, അല്ലാഹുവിൽ വലിയ സ്നേഹമാണ്. അല്ലാഹുവാണ് അവന്റെ ഹൃദയാന്തരങ്ങളിലുള്ളത്. എന്നാൽ അല്ലാഹു ആരാണെന്ന് മനുഷ്യ ഞാനും നിങ്ങളും പഠിക്കണം. അല്ലാഹു ആരാണെന്ന് നാം പഠിക്കണം. നിങ്ങളെ അസ്ർ നിസ്കരിച്ചിട്ട് ചായ കുടിച്ചില്ല? അല്ല, നിങ്ങളോട് അന്ന് തലയാട്ടി മനുഷ്യ പേടിക്കണ്ട, നിങ്ങളൊന്നും ചെയ്യില്ല. അന്ന് ചായ കുടിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മള് ജ്യൂസ് കുടിക്കാറില്ലേ? ഉണ്ട് ഇല്ലേ? കട്ടൻ ചായ, അതിന്റെ കളറ് വെളുത്തതാണ് അല്ലെ? കട്ടൻ ചായ വെളുത്ത, ഒന്ന് ഉറങ്ങല്ല. അപ്പൊ വെളുത്ത ചായ അല്ല, അപ്പൊ അത് ചുവപ്പ്, അതിനോട് അടുത്ത കളറാണ് ഏത്? കട്ടൻ ചായ. കട്ടൻ ചായയും കുടിച്ച്, നല്ല പാല് കൂട്ടിയ പാലും കുടിച്ചിട്ടില്ലേ? നമ്മൾ കുടിക്കാറില്ലേ? എല്ലാ തരവും വെള്ളവും നമ്മളിങ്ങനെ കുടിക്കാണ്. കുടിച്ചിട്ട് അത് എവിടേക്കാണ് പോകുന്നത്? എന്റെ വയറ്റിലേക്കാണ് പോകുന്നത്. ആ വയറ്റിൽ നിന്ന് പോകുമ്പോൾ നീ ബത്തക്കയുടെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ, മുന്തിരിയുടെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ, നീ നല്ല ഇളനീരിന്റെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിന്റെ വയറ്റിലേക്ക് പോയി. ആ വയറ്റിൽ നിന്ന് പോകുമ്പോ ബത്തക്കന്റെ കളറല്ല, നീ ഒഴിക്കുന്ന മൂത്രം ആണോ? അല്ല, നമ്മള് എല്ലാ കളറുള്ള വെള്ളവും കുടിച്ച് വയറ്റിലെത്തിയിട്ട് അത് പോകുന്നത് എങ്ങനെ? കളറ് ഓരോന്നിന്റെ കളറായിട്ട് അല്ലാഹു ഒഴിക്കുന്നുണ്ടോ? ഇല്ല. അതിനെ സംവിധാനിച്ചുകൊണ്ട് നിന്റെ വയറ്റിന്റെ ഉള്ളിൽ അതിനുള്ള മിഷൻ അല്ലാഹു ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഒരേ കളറായിട്ടാണ് പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ വയറ്റിന്റെ ഉള്ളിൽ നിയന്ത്രിക്കുന്നത് ആരാണ്? എന്റെ റബ്ബാകുന്ന അല്ലാഹ്. അല്ലാഹുവിലല്ലേ മുഅ്മിനീങ്ങളെ വിശ്വസിക്കേണ്ടത്, അല്ലാഹുവിനെ അല്ലേ അറിയേണ്ടത്, അല്ലാഹുവിനെയല്ലേ നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനെയല്ലേ നാം ഇഷ്ടം വെക്കേണ്ടത്, അല്ലാഹുവിനോടല്ലേ നാം അടുക്കേണ്ടത്. അടുത്ത മഹാനാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങളെ.
അവിടുന്ന് ഇവിടെ മുരീദുമാർക്ക് അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. എപ്പോഴും നാവിൽ അവിടുന്ന് ദിക്റാണ്. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ്. ഓ ഈമാനുള്ള മനുഷ്യ, നിന്റെ നാവിൽ എപ്പോഴും വരേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ ദിക്റുകളാണ്. ആ ദിക്റുകൾ എത്രയാണ്? ദിക്റൻ കസീറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ധാരാളം. അല്ലാഹുവിനെ സ്മരിക്കണേ ഈമാനുള്ളവരെ. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ആധുനിക കാലഘട്ടത്തിൽ ഏത് സ്മരണയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്? ഇന്ന് മൊബൈൽ ഫോണിന്റെ അടിമകളായി മാറി. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലിരിക്കുമ്പോ നാദാപുരത്തുനിന്ന് കുറച്ച് ജനങ്ങളും അവര് പറയാണ്, തങ്ങളെ ഇന്നലെ ഞങ്ങളെ വാണിമേൽ എന്ന് പറയുന്ന സ്ഥലം, അല്ലാഹു അല, വാണിമേൽ നാദാപുരം, ഒരു 9 വയസ്സുള്ള കുട്ടി, ആ കുട്ടി കയറെടുത്തിട്ട് തൂങ്ങിയിട്ട് മരിച്ചു. എത്ര വയസ്സ്? 9 വയസ്സുള്ള പെൺകുട്ടി. ഞാൻ ചോദിച്ചു എന്താ വിഷയം? വിഷയം ചോദിക്കുമ്പോ പറയാണെന്ത്, മൊബൈലിലൂടെ ഏത് ഗ്രാമം എന്താ, ഇൻസ്റ്റാഗ്രാം, എന്ത് വണ്ണാങ്കട്ടെ, ആ ഗ്രാമിലൂടെ ആരെ പരിചയപ്പെട്ടു? വേറൊരു അന്യപുരുഷനെ പരിചയപ്പെട്ടു. 9 വയസ്സുള്ള കുട്ടിയാണ് പരിചയപ്പെടുന്നത്. ആരെ? ഒരു അന്യപുരുഷനെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സമുദായം എവിടെ എത്തി. അപ്പൊ ആ കുട്ടിയോട് പറയാണ്, നീ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നിന്റെ വാപ്പാനെ ഞാൻ കൊല്ലും. എങ്ങനെ? നീ ഞാൻ പറയുന്നത് പോലെ എന്റെ ഇച്ഛക്ക് അനുസരിച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലുന്നല്ല, നിന്റെ വാപ്പാനെ കൊല്ലും. ആ വാപ്പാനെ കൊല്ലുമെന്ന പേടിയിൽ ഈ പെണ്ണ് പോയി കയറെടുത്ത് ആത്മഹത്യ ചെയ്തു. ഓ മുസ്ലിം ഉമ്മമാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മുടെ ഉമ്മമാരെ, നമ്മുടെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് നാം ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ മക്കളെ കാക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഈമാനുള്ള മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ മുഅ്മിനീങ്ങളെ അടയാളം അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരെങ്ങാനും നിസ്കരിക്കാൻ നിന്നാൽ, അവര് നിസ്കരിക്കാൻ നിന്നാൽ അവരുടെ ഹൃദയത്തിൽ അല്ലാഹു മാത്രമാണ് വരിക. അവരുടെ ഹൃദയത്തിൽ വേറെ ഒരു ചിന്ത വരൂല. ഇന്നാലില്ലാഹ്, അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹ് എത്ര നിസ്കാരക്കാരാണ് അവർ നിയ്യത്ത് ചെയ്തു, ഫാത്തിഹ ഓതി, ഇന്നാലില്ലാഹ്, നിസ്കാരത്തിന്റെ ഇടയിൽ മൊബൈൽ കീസയിൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അത് ഓഫാക്കുന്നു. അല്ലാഹ് തുടരെയായിട്ട് 3 ആട്ടം അനങ്ങിയാൽ ആ നിസ്കാരം ബാത്തിലായി എന്നുള്ളത് ഇവൻ അറിയൂല. ഇതെന്തൊരു കാലമാണ് എന്റെ ഉമ്മമാര്, എന്റെ ചെറുപ്പക്കാരെ. നിസ്കാരം കഴിഞ്ഞാലോ ഉടനെ ഫോൺ എടുത്തു നോക്കുകയാണ്. ഇന്ന് ഫോണിന്റെ അടിമകളായി മാറുകയാണ് നമ്മുടെ യുവാക്കൾ, നമ്മുടെ ഉമ്മമാർ. ഫോണിന് അടിമപ്പെട്ടു പോയി. ഞാൻ എന്റെ ഖൽബ് തിരിക്കേണ്ടത് എന്നെ പോറ്റി വളർത്തുന്ന അല്ലാഹ്, എന്റെ റബ്ബിലേക്കാണ് എന്റെ ഖൽബ് തിരിയേണ്ടത്. ആ റബ്ബ് ആരാണെന്നറിയോ? ഓ ചെറുപ്പക്കാരെ, ഇന്നലെ രാത്രി നീ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉറക്ക് തന്നതാരാണെന്ന് നീ അറിയണം. എന്റെ റബ്ബാകുന്ന അല്ലാഹ്. ആ ഉറക്കിൽ എന്റെ റൂഹ് പിടിച്ചില്ല,
ഉറക്കിൽ എന്നെ മരിപ്പിച്ചില്ല. സുബ്ഹിന്റെ സമയത്ത് എന്നെ എഴുന്നേൽപ്പിച്ച എൻ്റെ അല്ലാഹ്, ആ റബ്ബിനെയല്ലേ മുഅ്മിനീങ്ങളെ ഇഷ്ടപ്പെടേണ്ടത്, ആ റബ്ബിനെയല്ലേ നാം സ്നേഹിക്കേണ്ടത്. ആ റബ്ബിനെ സ്നേഹിക്കണം. റബ്ബ് പറഞ്ഞു, ഹബീബായ തങ്ങളെ പിൻപറ്റണേ. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്ന അടിമയാകണമെങ്കിൽ ഫത്തബിയൂനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ഇത്തിബാ ചെയ്യണം. എല്ലാ അർത്ഥത്തിലും ഇത്തിബാ വേണം. നിങ്ങൾ കണ്ടില്ലേ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ ജീവിതം എന്തായിരുന്നു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ ഇത്തിബാ ചെയ്തു. ഇല്ലേ? എല്ലാ വിഷയത്തിലും തങ്ങൾ പറഞ്ഞാ പിന്നെ അവിടെ വേറൊരു സംഗതി നോക്കാനില്ല. അവിടെ സംശയമുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കാനേ ഇല്ല. അങ്ങനെയുള്ള മഹാനായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. തങ്ങളെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റിയ മഹാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഹബീബായ തങ്ങൾ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിസ്കരിച്ചു. തങ്ങളോടാണ് എല്ലാ സഹായവും ചോദിച്ചത്. തങ്ങളോടാണ് സഹായം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്. നിങ്ങൾ കണ്ടില്ലേ ഇറാ ഗുഹ എന്ന ഗുഹയിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളും പോയി ഇരുന്നപ്പോ, ആ ചരിത്രം പറയല്ല എന്റെ ഉദ്ദേശം, ആ ഹബീബായ തങ്ങളെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ കിടന്നു. ഇല്ലേ? നിങ്ങൾ പോയവർക്കൊക്കെ അല്ലാഹു ആ ഗുഹ കാണാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഹബീബായ തങ്ങളെ നിർത്തിയിട്ട് പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഞാൻ കയറുക, അവിടത്തെ തുണിയെടുത്തിട്ട് അത് കഷ്ണം കഷ്ണമായി ആ ഗുഹയുടെ എല്ലാ മാളങ്ങളിലും മഹാനവറുകൾ ഇങ്ങനെ അടച്ചു. ഒരു മാളത്തിൽ അടക്കാൻ പറ്റിയില്ല. അവിടെ മഹാനവറുകൾ മനസ്സിലാക്കി, എന്റെ കാലോ അവിടെ വെച്ചിട്ട് ഹബീബായ തങ്ങളെ വിളിക്കാം. തങ്ങളെ വിളിച്ചു. ആ ഗുഹക്കകത്ത് ഹബീബായ തങ്ങള് കയറി. ഗുഹക്കകത്ത് കയറിയപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ ഹബീബായ തങ്ങള് തലവെച്ചു. തലവെച്ചപ്പോൾ ആ കാലിന്റെ ഭാഗത്തിൽ നിന്ന് ആഞ്ഞ് കൊത്തുകയാണ് ഒരു പാമ്പ്. പാമ്പിങ്ങനെ കൊത്തുമ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്ത് ചെയ്തു? അല്ലാഹ് ഇത് പേടിച്ചില്ല. ഹബീബായ തങ്ങൾ എന്റെ മടിയിൽ കിടന്നുറങ്ങുകയാണ്. ആ മടിയിൽ ഹബീബായ തങ്ങളുള്ള കാലത്തോളം ഞാൻ പേടിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ വിശ്വസിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്പർ 1 ആ എറത്തും കൂടി അതിന്റെയൊക്കെ കൂടിയപ്പോ ഈമാൻ കത്തുകയാണ്, പ്രകാശിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ പാമ്പിങ്ങനെ കൊത്തുമ്പോ പറയാണ്, അവിടെ നിന്നിങ്ങനെ വിഷമിക്കുകയാണ്. ഹബീബായ തങ്ങളുടെ ഉറക്കിന് കോട്ടം സംഭവിച്ചുകൂടാ. അതിന്റെ വേദന കൊണ്ട് ഇങ്ങനെ പൊളിഞ്ഞപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ചരിത്രത്തിൽ കാണാം. ആ ചരിത്രം പറയലല്ല എന്റെ ഉദ്ദേശം, ആ വിശ്വാസം. അവിടുത്തെ കണ്ണുനീരിൽ നിന്നിങ്ങനെ കണ്ണുനീര് ഹബീബായ തങ്ങളെ മുഖത്തേക്ക് അങ്ങുറ്റിയപ്പോ എഴുന്നേൽക്കുകയാ. എന്ത് പറ്റി? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കാണ്, എന്ത് പറ്റി? യാ റസൂലല്ലാഹ്, എന്റെ കാലിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു പാമ്പ് വന്നിട്ട് കൊത്തുകയാണ് നബിയേ, കാല് മാറ്റൂ സിദ്ദീഖ് തങ്ങളെ,
കാല് മാറ്റിയപ്പോ പാമ്പ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയാണ് 1000 കൊല്ലമായി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പാമ്പ് സലാം പറയുകയാണ്. ഹബീബായ തങ്ങളോട് പറയുകയാണ്, ഞാൻ എത്രയോ കാലങ്ങളായി ഗുഹക്കകത്ത് ഒളിച്ചിരിക്കുന്നത്. എന്തിനാണ് തങ്ങൾ ഇവിടെ വരൂന്നറിയാം, തങ്ങളെ ഒന്ന് കാണാനാണ്. അതിന് തടസ്സം നിന്നത് സിദ്ദീഖ് തങ്ങളുടെ കാലാണ്. അതുകൊണ്ടാണ് ആ കാലിന് ഞാൻ കൊത്തിയത്. സിദ്ദീഖ് തങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഹബീബായ തങ്ങളുടെ ഉമിനീര് കൊണ്ട് അവിടെ വെച്ചപ്പോ ആ വിഷങ്ങളെല്ലാം ഇറങ്ങിപ്പോയി. അപ്പൊ ഒരു പാമ്പിനറിയാം ഇവിടെ സാധാരണ മനുഷ്യനല്ല വരുന്നത്. സിദ്ദീഖ് തങ്ങൾക്കറിയാം ഇത് സാധാരണക്കാരനല്ല. എല്ലാത്തിനും പരിഹാരം ഹബീബായ തങ്ങളാണ്. ആ തങ്ങളെ വിളിച്ചാൽ തങ്ങൾ പരിഹാരം നൽകുമെന്ന വിഷയത്തിൽ സംശയമില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ അചഞ്ചലമായ വിശ്വാസം നിനക്ക് വേണം. ആരാണ് സ്തുതിക്കപ്പെട്ട മഹാൻ? ഹബീബായ തങ്ങള് അല്ലാഹുവിന്റെ റസൂലാണെന്ന വിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകണോ? അത് സാധാരണക്കാരനല്ല. ഇവിടത്തെ വഹാബികൾക്ക് ആ വിശ്വാസമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ തന്നെ അവർക്ക് വിശ്വാസമില്ല. അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹ്? ഞങ്ങളെ പോലത്തെ അള്ളാഹ്, കയ്യും കാലുള്ള അള്ളാഹ് ഇല്ലേ? ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് എന്താകുന്നു? ഒന്നാം ആകാശത്തിൽ നിന്ന് ഏഴാൻ ആകാശത്തിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന അള്ളാഹ്, ഇങ്ങനെയുള്ള അള്ളാഹുവിലാണ് അവരുടെ വിശ്വാസം. അള്ളാഹു നമ്മളെ പോലെയാണോ? അല്ല. അവർ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കാണുന്നില്ലേ? കാണുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ കേൾവിയും മനുഷ്യന്റെ കാഴ്ചയും പോലെയല്ല. ഇല്ലേ? ഈ ലോകത്ത് അള്ളാഹുവിനെ കണ്ട ആളാരാണ്? ആര്? ഈ ലോകത്ത് അള്ളാഹുവിനെ കണ്ട ആളാര്? കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ നിന്നെ ഒന്ന് എനിക്ക് കാണണോ? അപ്പം പറഞ്ഞു, തൂർ സീനാ പർവ്വതത്തിലേക്ക് വരൂ മൂസാ നബിയെ. ആ മൂസാ നബിയെ ക്ഷണിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹുവിനെ കാണാനുള്ള ശക്തിയില്ല. വഖറ മൂസാ ശൈഖാ എന്നല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധം കെട്ടുപോയി. എന്നാൽ ഹബീബായ തങ്ങളാരാണ്? ആ തങ്ങളെ യാത്രയെ കുറിച്ച് വളരെ അത്ഭുതത്തോടു കൂടി ഖുർആൻ പറയുകയാണ്. എന്താണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അള്ളാന്റെ ഖുർആൻ പറയാണ്, വളരെ അത്ഭുതത്തോടുകൂടി ഇന്നേ വരെ ഒരു മനുഷ്യരും ചെന്നെത്താത്ത ഒരു ലോകം, ഒരു ശാസ്ത്രജ്ഞന്മാരും എത്താത്ത ലോകം, ഒരു ശാസ്ത്രജ്ഞന്മാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ലോകം. അങ്ങനെയുള്ള ഒരു കേന്ദ്രത്തിലേക്കാണ് ഹബീബായ തങ്ങളുടെ യാത്ര. അതേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര ചെയ്യാത്ത ഒരു ലോകം, അതേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര ചെയ്യാത്ത ഒരു ലോകം. നിങ്ങൾ മനസ്സിലാക്കണം, ആ യാത്രയെ കുറിച്ച് വളരെ അത്ഭുതത്തോടെ ഖുർആൻ പരാമർശിക്കുകയാണ്. ആ യാത്ര ഏതാണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അല്ലാഹുവിന്റെ അടിമയാകുന്ന
ഹബീബായ തങ്ങളെ യാത്ര ചെയ്യിപ്പിക്കുന്നത് എവിടേക്കാണ്? മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിൽ നിന്ന്. ആ പള്ളിക്ക് മഹത്വമില്ലേ? ആ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന പള്ളി. ആ പള്ളിയിൽ നിന്ന് നേരെ അല്ലാഹുവിന്റെ അരികിലേക്ക് പോയാ മതി. പിന്നെ എന്തിനാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്നത്? അതാ ഹബീബായ തങ്ങളെ ഉമ്മാനി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്ന് ഹബീബായ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു കൊണ്ടുപോയി മസ്ജിദുൽ അഖ്സ എന്ന പള്ളി. ആ പള്ളിയുടെ ബറക്കത്ത് ബാറകന ഹൗലഹു. മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിക്ക് ബറക്കത്തില്ലാത്തത് കൊണ്ടല്ല, ആ മസ്ജിദുൽ അഖ്സ എന്ന പള്ളിക്ക് ബറക്കത്ത് എന്തുകൊണ്ടാണ്? ആ പള്ളിയുടെ ചുറ്റുഭാഗത്തും എത്രയോ അമ്പിയാക്കൾ കിടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അതേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബങ്ങൾ മുഴുവനും കിടക്കുന്നത് അതേ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്താണല്ലോ. ഒരുപാട് അമ്പിയാക്കൾ അവിടെ കിടക്കുകയാണ്. ആ പള്ളിയിലേക്കാണ് ഹബീബായ തങ്ങൾ പോകുന്നത്. ആ പള്ളിയിൽ വെച്ചിട്ട് എല്ലാ അമ്പിയാക്കളെയും ഒരുമിച്ച് കൂട്ടുകയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെ വരുന്ന അമ്പിയാക്കളെ ഒരുമിച്ച് കൂട്ടുകയാണ്. ആ പള്ളിയിൽ ഇമാമത്തായി നിസ്കരിക്കുകയാണ്. അപ്പം ചോദിക്കും, നിസ്കാരം ഫർളാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹബീബായ തങ്ങൾ അവിടെ നിസ്കരിച്ചത്? മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഹബീബായ തങ്ങള്. ആ തങ്ങളെ യാത്ര അയക്കുകയാണ്. ആ യാത്ര എവിടെ എത്തി? ഒന്നാം ആകാശത്തെത്തി, രണ്ടാം ആകാശത്തെത്തി. ഒന്നാമത്തെ ആകാശത്തിലെ മർഹബം ബി ഇബ്നി സാലിഹ്, ഓ സാലിഹായ കുഞ്ഞിമോനെ, ഈ ലോകത്ത് ആദ്യമായി അല്ലാഹു പടച്ച കുഞ്ഞിമോനാണ് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആ തങ്ങളെയാണല്ലോ ആദ്യമായി അല്ലാഹു പടച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അർശ് പടക്കുന്ന ആ സമയത്ത് തന്നെ അർശിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളോട് ഒന്നാമത്തെ ആകാശത്തിൽ ആദം നബി അലൈഹിസ്സലാം സ്വീകരിക്കുകയാണ്. ഞാൻ ആ ചരിത്രം പറയുകയല്ല. രണ്ടാമത്തെ ആകാശത്തിലും മൂന്നാമത്തെ ആകാശത്തിലും അതേ നാലാമത്തെ ആകാശത്തിലും അതേ അഞ്ചാമത്തെ ആകാശത്തിലും ഈ എല്ലാ അമ്പിയാക്കളും ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടെ സ്വീകരിക്കുകയാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏതാൻ ആകാശത്തുണ്ട്. അവിടെ അങ്ങോട്ട് അതാ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, യാ റസൂലല്ലാഹ്, അവിടെ അങ്ങോട്ട് ഞാൻ വരൂല നബിയെ, എനിക്ക് വരാനുള്ള ശക്തിയില്ല. ആരാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടാൽ പേടിച്ചു പോകും. ശരിയായ രൂപം കണ്ടാൽ തന്നെ പേടിച്ചു പോകും. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്തുകൂടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് അല്ലാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ നബിയെ തങ്ങൾക്ക് മാത്രമാണ്. ഒരു അമ്പിയാക്കളും യാത്ര ചെയ്തിട്ടില്ല, ഒരു നേതാക്കളും യാത്ര ചെയ്തിട്ടില്ല, ഒരു നേതാക്കളും ഇനി യാത്ര ചെയ്യൂല. അത്രയും വലിയ സ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന പൊന്നാര മുത്ത് റസൂലുള്ളാഹ്. ആ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സാധാരണ മനുഷ്യനാണെന്ന് നിന്റെ മനസ്സിൽ വന്നുകൂടാ. ആ തങ്ങൾക്ക് സഹായിക്കാൻ കഴിയൂല എന്ന് നിന്റെ മനസ്സിൽ വന്നുകൂടാ. അത് ഈമാനിന്റെ കുറവാണ്. ആ ഈമാന് കുറഞ്ഞു പോയാൽ പരാജയപ്പെട്ടു പോയി. ഖുർആൻ പറഞ്ഞതെന്ത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഹബീബായ തങ്ങളെ ഏഴാനാകാശം കഴിഞ്ഞ് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് യാത്രയാകുകയാണ്. അല്ലാഹു എന്ന പ്രതിഭാസം എങ്ങനെ? ഈ ലോകം മുഴുവനും പടച്ച റബ്ബാകുന്ന റബ്ബ്, ലോകം നിയന്ത്രിക്കുന്ന അല്ലാഹ്, എല്ലാം നിയന്ത്രിക്കുന്ന പടച്ച റബ്ബാകുന്ന അല്ലാഹ്. ആ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ഹബീബായ തങ്ങളങ്ങ് പോകുകയാണ്. തങ്ങൾ കൊണ്ടുപോയതെന്താണ്? അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. ഇല്ലേ, നിങ്ങൾ ഇന്ന് ഓതിയില്ലേ? ഓതിയോ ഇല്ലേ? ഓതി. നമ്മളെ നിസ്കാരം ഒരു ഇസ്രാഉ മിറാജുവാ. നമ്മളുടെ നിസ്കാരം ഒരു ഇസ്രാഉ മിറാജും. ഒരാള് ഉസല്ലി ഫർള സ്വലാത്തിൽ ഇശാഇ അർബ റകഅത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ, ഇമാം ഉണ്ടെങ്കിൽ മഅൽ ഇമാമി ലില്ലാഹി തആല എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിയാ പിന്നെന്താ പറയാ? ഉമ്മ ചായ ഉണ്ടോ പറയോ? പറഞ്ഞാ നിന്റെ നിസ്കാരം ബാത്തിലായി. മൊബൈൽ ഒന്ന് എടുത്താൽ നിന്റെ നിസ്കാരം ബാത്തിലായി. തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലായി. ഈ നിസ്കാരത്തിൽ അവൻ എങ്ങനെ നിൽക്കണം? ഈമാനുള്ളവന്റെ അടയാളം പറയുകയാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിയൂൻ. ഹൃദയം റബ്ബിലേക്ക് അടുപ്പിച്ചു. ഞാൻ നിയ്യത്ത് ചെയ്തു, അല്ലാഹ് നിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, എനിക്ക് മറ്റൊരാളോട് സംസാരിച്ചുകൂടാ. റബ്ബേ, നിന്റെ വായ് നാമങ്ങളാണ് വായിത്തുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്തിദാലിൽ അവൻ ചെയ്യുകയാണ്. അവൻ റുകൂഇലേക്ക് പോയാൽ സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി. അവൻ അതേ സുജൂദിലേക്ക് പോയാൽ അവൻ അല്ലാഹുവിനെ വാഴ്ത്തുകയാണ്. നിസ്കാരം മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ ഹബീബായ തങ്ങൾ എന്ത് ചെയ്തു? അല്ലാഹുവിനോട് സംസാരിക്കുകയാണ്. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. ഇവിടെയുള്ള മുഴുവൻ റബ്ബേ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്. എന്താണ് നിന്നിലേക്ക് സമർപ്പിക്കുന്നത്? ഇവിടെ എന്തെല്ലാമുണ്ടോ, എന്റെ വീട്ടിലേക്ക് എന്റെ പുതിയാപ്പിള കേറി വരുമ്പോ, നിങ്ങളെ വീട്ടിലേക്ക് ഒരാൾ കേറി വരുമ്പോ നല്ല സമ്മാനം കൊണ്ടുവരും ഇല്ലേ? ഭാരവട്ടൂല അങ്ങനെ ഇല്ലേ? അല്ല, ബഹീലന്മാർ അല്ല, ഒരു മിഠായിയെങ്കിലും കൊണ്ടുവരും ഇല്ലേ? നമ്മുടെ മക്കൾക്ക് നമ്മളെ വീട്ടിലേക്ക് ഒരു സമ്മാനം ഇങ്ങനെ ദുബൈയിൽ നിന്ന് ദുബൈയിൽ നിന്ന് വരികയാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് ഇന്ന് കൊണ്ടുവരുന്നത് എന്തെല്ലാം, ഇതും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അല്ലേ? അല്ലേ, നമ്മളെ വീട്ടിലേക്ക് അങ്ങനെയാ, സാധാരണഗതിയിൽ അങ്ങനെയാ. എന്നാൽ ഹബീബായ തങ്ങളെ ലോകത്ത് ഇന്നേ വരെ ചെയ്യാത്ത ഒരു യാത്ര നടത്തുമ്പോ തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. നീ പഠിച്ചത് മുഴുവൻ അത് നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ തഹിയാത്തുകളും, എല്ലാ തിരുമുൽക്കാഴ്ചകളും, എല്ലാ സമ്മാനങ്ങളും, അതിന് അധികാരം നിനക്കാണ് അല്ലാഹ്. അത് നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്, അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയാണ്. അല്ലാഹുവിലേക്ക് സമർപ്പിക്കുമ്പോ ഹബീബായ തങ്ങളെ അല്ലാഹ് വിളിക്കുന്ന ഒരു വിളി കണ്ടോ? ഈ നാട്ടിന്റെ പ്രസിഡന്റ് ആരാ? ഇല്ലേ? പോയോ? ആ, ഇബ്രാഹിം. എടാ ഇബ്രാഹിമിനെ നിങ്ങൾ വിളിക്കോ?
എടാ ഇബ്രാഹിനെ എന്ന് വിളിക്കൂലല്ലോ, വിളിക്കോ? എന്താ എന്നാ ഒരു സലഫി എടാ ഇബ്രാഹിനെ എന്ന് വിളിക്കും അല്ലേ? അല്ലേ? നമ്മളൊരു വയസ്സിന് മൂത്തവരെ നമ്മൾ ബഹുമാനിക്കണം എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ? എന്നാൽ അല്ലാഹു ഹബീബായ തങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ ഖുർആൻ നോക്കണം. ഖുർആനിൽ എവിടെയും യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടുണ്ടോ? ഒരു സ്ഥലത്തും കാണാൻ പറ്റൂല. അല്ലാഹു വിളിച്ചിട്ടില്ല. യാ ഇബ്രാഹിം എന്ന് വിളിച്ചിട്ടുണ്ട് ഇല്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ തങ്ങളെ ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് ഒരു സ്ഥലത്തും വിളിച്ചിട്ടില്ല. വിളിച്ച സ്ഥലത്തെല്ലാം യാ അയ്യുഹൻ നബിയൂ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, ഓ ഹബീബായ തങ്ങളെ എന്ന് ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി പടച്ച റബ്ബ് ഹബീബായ തങ്ങളെ വിളിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് ഈ സമ്മാനമെല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചപ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, ആദരവിന്റെ ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ അളമത്തിന്റെ വിളിയാണ് അയ്യുഹൻ നബിയൂ. ഓ നബിയായവരെ, നിങ്ങളെ പേരിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന ഒരു വിളി, നിങ്ങളെ പേരിൽ തങ്ങളെ പേരിൽ അല്ലാഹുവിന്റെ സലാമത്തുണ്ടാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് ഏറ്റവും വലിയ സുഖം ഏതാണെന്നറിയോ? കള്ളുകുടിയനോട് ചോദിച്ചാൽ പറയും ഞാൻ കള്ളു കുടിക്കുമ്പോ വലിയ ലഹരിയുണ്ട്, അതാ എന്റെ സുഖം ഇല്ലേ? അതുപോലെ ഓരോരുത്തർക്കും ഓരോ സുഖാണ് ലോകത്ത്. നീ ഭാര്യയുമായി സല്ലപിക്കുമ്പോ നിനക്ക് കിട്ടുന്ന സുഖത്തേക്കാൾ ഈ ലോകത്ത് അല്ലാഹു സുഖം എന്ന് എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ ഏറ്റവും വലിയ സുഖം ഏതാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടലാണ്. അല്ലാഹുവിനെ ഒരു മനുഷ്യൻ കണ്ടുമുട്ടുന്ന ലഹരി അത് ചെറിയ സംഗതിയല്ല. ആ അല്ലാഹു പടച്ച സ്വർഗം, ആ സ്വർഗത്തിൽ ഹൂർലീങ്ങളുണ്ട്. അല്ലാഹു ആ ഹൂർലീങ്ങളെ കാണാൻ ഭാഗ്യം തരട്ടെ. അല്ലാഹ് നല്ലോണം ആമീൻ പറഞ്ഞോളി. അല്ലാ ചില ആള് വെച്ചു ആമീൻ പറയാ, എനിക്കൊന്ന് കിട്ടിയാ മതിയായിരുന്നു. അല്ലാഹുവേ ആ സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഹബീബായ തങ്ങളിൽ നിന്ന് ഞങ്ങൾ കേട്ടു എന്തേ? ഇന്നൽ മുഅ്മിനു, ഒരു ഈമാനുള്ള മനുഷ്യൻ അവനിക്ക് സ്വർഗം കിട്ടണ ലയുദ്രികു ബിഹുസ്നി ഖുൽഖിഹി, അവൻ നല്ല സ്വഭാവമായിരിക്കണം, നല്ല സ്വഭാവമായിരിക്കണം, ഹുസ്നുൽ ഖുൽഖായിരിക്കണം. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. അവളുടെ പെണ്ണുങ്ങളില്ലേ, ഇവിടെ വയല് വെക്കാൻ പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു അവരെയും നമ്മളെ എല്ലാം നന്നാക്കി തരട്ടെ. ഭാരവട്ടൂരുള്ള പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാ. എന്നാൽ ഏറ്റവും നല്ല ആൾ ആരാണ്? ഹുസ്നുൽ ഖുൽഖ്, സ്വഭാവം നന്നാക്കുന്നവരാണ്. ആ ഹുസ്നുൽ ഖുൽഖുള്ളവരാരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ഹബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് ചോദിക്കപ്പെട്ടു, അന്നഖ്സുറ മാ യുദ്ഖുലന്നാസു വൽ ജന്ന, സ്വർഗത്തിൽ ഹൂറിലീങ്ങളുണ്ടല്ലോ, ആ ഹൂറിലീങ്ങളുള്ള സ്വർഗത്തിൽ അധികവും കിടക്കുന്നതാരാണ്? അതേ ഹബീബായ തങ്ങൾ പറഞ്ഞു, തഖ്വല്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യരില്ലേ, അവരാണ് കിടക്കുന്നത്. രണ്ടാമതാരാണ്? വഹുസ്നുൽ ഖുൽഖി, നല്ല സ്വഭാവമുള്ളവർ.
അതേ ഹബീബായ തങ്ങളോട് ചോദിക്കപ്പെട്ടു, നരകത്തിൽ കിടക്കുന്ന ആളാരാണ്? ആ ഹബീബ് ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വസുഇല അൻകുസ്റ മാ യദ്ഖുലന്നാർ, നരകത്തിൽ കിടക്കപ്പെടുന്ന അധികരിച്ച ജനങ്ങൾ ആരാണ്? ഫഖാല, ഹബീബായ തങ്ങൾ പറഞ്ഞു, അൽ ഫമു വൽ ഫർജു, നാവിനെയും വായെയും ഗുഹ്യസ്ഥാനത്തെയും സൂക്ഷിക്കാത്തവരാണ്. അല്ലാ, എനിക്ക് നാവുണ്ട് എന്ന് കിട്ടിയപ്പോ, ഞാൻ പള്ളിന്റെ പ്രസിഡന്റ് ആയപ്പോ, ഞാൻ നേതാവായപ്പോ, എനിക്ക് അല്ലാഹു ആരോഗ്യം തന്നപ്പോ, എന്റെ നാവിനെ സൂക്ഷിക്കാതെ നിലക്ക് ചെലവഴിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ആ മനുഷ്യൻ അവൻ നരകത്തിൽ കിടക്കുന്ന കൂടുതൽ ജനങ്ങളുള്ളവർ നാവിനെ സൂക്ഷിക്കാത്തവരാണ്. എന്റെ ഉമ്മമാരെ, നമ്മളെ മക്കളെ കുറിച്ച്, മരുമക്കളെ കുറിച്ച് അമ്മായിമ്മ കുറ്റം പറഞ്ഞുകൂടാ. അതേ, അമ്മായിയെ കുറിച്ച് മരുമകൾ പറഞ്ഞുകൂടാ. അല്ലാഹു നമ്മെ കാക്കട്ടെ. നമ്മുടെ നാവ്, നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ നിന്ന്, മിമ്പറിൽ നിന്ന് ഈ ഖതീബ് ഉസ്താദ് ഒരു ആയത്ത് ഓതുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഈമാനുള്ള മനുഷ്യ അല്ലാഹനെ പേടിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒന്നാമത്തെ അടയാളം പറയുന്നു, വഖൂലു ഖൗലൻ സദീദാ, നേരെയുള്ള വാക്ക് നീ പറയണം. ഒരാളെയും ഗീബത്ത് പറഞ്ഞുകൂടാ, ഒരാളെയും നമീമത്ത് പറഞ്ഞുകൂടാ. അതേ, വലിയ ആലിമീങ്ങളെ തെറി പറഞ്ഞുകൂടാ, സാദാത്യങ്ങളെ നിസാരപ്പെടുത്തിക്കൂടാ. ചില ആള് പറയാണ്, അല്ലോ ഇന്നാളിങ്ങനെയാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഒരു തങ്ങന്മാരെയും ചീത്ത പറഞ്ഞുകൂടാ, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സംഘടനയും ചീത്ത പറഞ്ഞുകൂടാ. നിങ്ങൾ കണ്ടില്ലേ, വന്യരായ സുൽത്താനുൽ ഉലമ പി ഉസ്താദ്, അല്ലാഹു ഈ ദീർഘായുസ് നൽകണേ അല്ലാ. അവിടുന്ന് ഒരാലിമിനെയും തെറി പറയലില്ല, ഒരു തങ്ങമാറിയും ഗീബത്ത് പറയലില്ല. ഞങ്ങളൊക്കെ മർക്കസിൽ പഠിച്ചവരാണ്, അവിടുന്ന് ഇറങ്ങുമ്പം പറഞ്ഞു തരുന്നതാണ്, ഓ മുഅ്മിനീങ്ങളെ, ഓ മുതല്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. ആ ദീന് ഹഖാണ്, ആ ഹഖായ ദീന് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്ത് ആരുടെ മുമ്പിലും പറയണം, ഒരാളെയും വെറുപ്പിക്കണ്ട. നിങ്ങൾ കണ്ടോ, ആലിമീങ്ങൾ പരസ്പരം നല്ല വാക്ക് പറയണം, ആലിമീങ്ങൾ പരസ്പരം നല്ല വാക്ക് പറയണം. ഒരാളെയും തരം താഴ്ത്തിക്കൂടാ, ഒരു സമസ്ത മറ്റൊരു സമസ്തനെ തരം താഴ്ത്തിക്കൂടാ, ഒരാളെയും നിസാരപ്പെടുത്തിക്കൂടാ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ ദുനിയാവിൽ നാവ് കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാകാം, പലരെയും വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. ആ നാവിനെ ഈ ദിവസം ഞങ്ങൾ അവരെ നാവിന് ശീലടിക്കുകയാണ് ജനങ്ങളെ. അവരുടെ കൈകൾ സംസാരിക്കുകയാണ്, കൈ പറയുകയാണ്, ഞാൻ ഇന്നാളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്നാളെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്, ഇന്നാളെ ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, ഇവൻ ചെയ്ത കള്ളത്തരത്തിന് കാലി സാക്ഷി നിൽക്കും കേട്ടോ. നാവിന് സംസാരിക്കാൻ പറ്റാത്ത ഒരു ലോകം വരുന്നുണ്ട്. ആ സമയത്താണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, നാളെ ആഖിറത്തിൽ ചെന്നാൽ നരകത്തിൽ കിടക്കുന്നവരാരാണ്? അൽഫമു, നാവ് കൂടുതലുള്ള ആളാണ്, വായ കൂടുതലുള്ളവരാണ്.
അതേ അന്നഖുസ്റമായ യദ്ഖുലുന്നാർ നരകത്തിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നവർ അൽഫമോ നരകത്തിൽ കൂടുതൽ കിടക്കുന്നവർ വായയുള്ളവരാണ്. നാവിന് ലക്കില്ലാതെ സംസാരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. അല്ലാഹു പൊരുത്തപ്പെടുന്ന കലാം, അല്ലാഹു പൊരുത്തപ്പെടുന്ന സംസാരം എന്റെ നാവിലൂടെ വരണം. ആ നാവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഖൂലു ഖൗലൻ സദീദാ, നേരെയുള്ള വാക്ക് നീ പറഞ്ഞോ. എന്നാൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിന്റെ അമലുകൾ അല്ലാഹു നന്നാക്കി തരും. അത് മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിന്റെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കും. അങ്ങനെ അല്ലാഹു പൊറുത്താൽ അല്ലാഹുക്ക് നീ വഴിപ്പെട്ടാൽ വറസൂലുഹു ഹബീബായ തങ്ങൾക്ക് ഒരാൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവനൊരിക്കലും പരാജയപ്പെടൂല. അവനൊരിക്കലും പരാജയപ്പെടൂല. അവന്റെ ദുനിയാവ് അവനിക്ക് വിജയമാണ്. അവന്റെ ഖബർ അവനിക്ക് വിജയമാണ്. നാളെ ആഖിറത്തിൽ കിടക്കുന്നത് ആദ്യമായിട്ട് കിടക്കുന്ന ചെല്ലാനുള്ളത് ഏതാണ്? എന്റെ ഖബറാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഖബറെന്ന് കേട്ടാൽ തക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടമ്പ വിട്ടു നീ കരയേണ്ടതാ. എന്താണ് ഖബർ? നമ്മൾക്ക് പറയാൻ എളുപ്പമുണ്ട്. ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവേ, ഞങ്ങളെ ഖബർ എളുപ്പമാക്കി തരണേ അല്ലാ. എന്റെ റൂഹ് പിടിച്ച്, ആ റൂഹ് പിടിച്ചതിന് ശേഷം മനുഷ്യ നിന്റെ ശരീരം ഒരു ദിവസം പോകട്ടെ, ഒരു മണിക്കൂർ കൂടുതൽ വെച്ച് പോയാൽ ആ മനുഷ്യന്റെ ശരീരത്തിന് വാസന വരികയാണ്. ആ മനുഷ്യനെ ഖബറിലങ്ങ് വെച്ചാൽ ആദ്യമായിട്ട് ഒരു മലക്ക് വരാനുണ്ട്. ആ മലക്കിന്റെ പേരാണ് റൗമാൻ എന്ന മലക്ക്. ഭൂമിന്റെ ഉൾഭാഗത്തിൽ നിന്ന് ഖബറിലേക്ക് വരോ, എന്നിട്ട് ഖബറാളികളെ സ്വീകരിച്ച് സന്തോഷിപ്പിക്കോ. ഏത് ഖബറാളികളെ? ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, അതേ ഈമാനുള്ള, അല്ലാഹുവിൽ വിശ്വസിച്ച, ഹബീബായ തങ്ങളിൽ വിശ്വസിച്ച, അതേ മഹാന്മാരിൽ വിശ്വസിച്ച, മഹാന്മാരെ ആദരവോടുകൂടി വിളിക്കുന്ന, ആ വിളിക്കുന്നവരില്ലേ, ഈമാനുള്ളവരില്ലേ, അവരെ ഖബറിൽ സന്തോഷമാണ് കേട്ടോ. ആ മലക്ക് വന്നിട്ട് പറയും അന്ത മിൻ അഹ്ലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരാണ്. ഉടനെ തന്നെ രണ്ട് മലക്ക് വരാനുണ്ട്. മലക്കാനി അസ്വാദാനി അദ്റഖാനി, രണ്ട് മലക്ക് നിന്റെ അരികിലേക്ക് വരോ. ആ മലക്ക് എങ്ങനെയാണെന്നറിയോ? അവരെ കണ്ടാൽ തന്നെ പേടിപ്പിക്കുന്നത് ആ രീതിയിലാണ്. അവരുടെ കണ്ണ് പൂച്ചക്കണ്ണന്മാരാണ്. അവരുടെ കൈ അതേ ബലമുള്ളതാണ്. അവരെ കയ്യിൽ ദണ്ടുകളുണ്ട്. ആ ദണ്ട് കൊണ്ട് അതാ നിസ്കരിക്കാത്ത മനുഷ്യൻ, തഖ്വയില്ലാത്ത മനുഷ്യൻ, വ്യഭിചാരത്തിന് കൂട്ടുനിന്ന മനുഷ്യൻ, പലിശ കൊടുത്ത മനുഷ്യൻ, അന്യവന്റെ സ്വത്ത് പിടിച്ചേറ്റിയ മനുഷ്യൻ, ആ മനുഷ്യന്റെ തലയിലേക്ക് അടികൾ ഇങ്ങനെ കൊടുക്കോ. അപ്പൊ ഏഴാം ഭൂമി വരെ താണു പോകോ. എന്തൊരു വേദനയാണ്. ആ മലക്കൊന്ന് ചോദിക്കും മൻ റബ്ബുക. അപ്പൊ നല്ല വിശ്വാസമുള്ള മനുഷ്യൻ, അല്ലാഹുവിൽ വിശ്വസിച്ച മനുഷ്യൻ, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ പറയും അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് നിങ്ങൾക്കറിയൂലേ, എന്റെ റബ്ബ് അല്ലാഹ്
എന്ന ദിക്ർ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം എന്റെ നാവ് കൊണ്ട് ചൊല്ലിയിട്ടുണ്ട്, യാ റബ്ബുനി യാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. ആ നാവിന് മടി വരൂല, ആ നാവ് കൊണ്ട് പറയും റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ്. എത്ര മനുഷ്യൻ വിശ്വാസമില്ലാതെ പറഞ്ഞാൽ ഹബീബായ തങ്ങളെ നിസാരപ്പെടുത്തിയിട്ട് അല്ലാഹുവിനെ മാത്രം വിളിച്ചാൽ ആ ഖബറിൽ നിന്ന് പറയും അറിഞ്ഞുകൂടാ, എനക്കറിഞ്ഞുകൂടാ എന്റെ റബ്ബാരാണ് എന്നറിഞ്ഞുകൂടാ. ആ മനുഷ്യന് വല്ലാത്ത അദബാണ്. രണ്ടാമത് ചോദിക്കുന്നത് വമൻ നബിയുക, നിന്റെ നബി ആരാണ്? ഹബീബായ തങ്ങളാണ്, മുത്തായ തങ്ങളാണ്. തങ്ങളെ നിസാരപ്പെടുത്തുന്ന സദസ്സിൽ ഞാൻ പോയിട്ടില്ല, തങ്ങളെ വിശ്വാസം ഉറപ്പിക്കുന്ന സദസ്സിൽ ഞാൻ പോയിട്ടില്ല, ആ തങ്ങളെ അതേ നിസാരപ്പെടുത്തുന്ന ഒരു സദസ്സിലും ഞാൻ പങ്കെടുത്തില്ല. എന്റെ നേതാവ് എന്റെ ഹബീബായ തങ്ങളാണ്. ആ തങ്ങളാരാണ്? ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും രാത്രി അല്ലാഹുവിന്റെ സബിതത്തിലേക്ക് പോയപ്പോ അല്ലാഹുവിനെ അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. ഓ നബിയായവരെ, തങ്ങളെ പേരിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ രക്ഷ തങ്ങളെ പേരിൽ ഉണ്ടാകട്ടെ എന്ന് അല്ലാഹു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് സമാധാനം വന്നില്ല. ഏറ്റവും വലിയ സന്തോഷമുള്ള സമയത്ത് തങ്ങൾക്ക് സമാധാനം വന്നില്ല. തങ്ങൾ പറഞ്ഞു പറ്റൂല അല്ലാഹ്, നിന്റെ സലാമത്ത് എനിക്ക് വേണം, ആ സലാമത്ത് എനിക്ക് മാത്രം പോരാ. അതേ, ഈ നാട്ടിൽ ഒരുപാട് ഉമ്മത്തികൾ എനിക്ക് വരാനുണ്ട്. ഈ രാജ്യത്തിലുള്ള മുസ്ലിമീങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഅ്മിനീങ്ങളുണ്ട്. ആ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങൾക്ക് നിന്റെ സലാമത്ത് വേണേ അല്ലാഹ്. അതാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നിന്റെ സലാമത്തുണ്ടല്ലോ അല്ലാഹ്, നീ ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സലാമത്ത്, നീ മരണപ്പെടുമ്പോ ഈമാൻ കൊണ്ട് തരുന്ന സലാമത്ത്, നീ മഹ്ശറിലെത്തുമ്പോ അർശിന്റെ നേരുതന്ത് കൊണ്ടുള്ള സലാമത്ത്, അതേ നന്മയും തിന്മയും തൂക്കുമ്പോ അവിടെ നന്മകൾക്ക് മുൻതൂക്കം നൽകുന്ന സലാമത്ത്, അതേ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ കടക്കുമ്പോ ആ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ അതേ ഇടിമിന്നും പ്രകാരം പോലെ കടത്തുന്ന സലാമത്ത്, നിന്റെ സലാമത്ത് വല്ലാത്ത സലാമത്താണ് അല്ലാഹ്. ആ സലാം എന്റെ ഉമ്മത്തികളുടെ പേരിലും ഉണ്ടാകണേ അല്ലാഹ് എന്ന് ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി വിശുദ്ധമായ റജബിന്റെ 27-ാമത്തെ രാവ് മിഅ്റാജിന് പോയ സമയത്ത് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ ഉമ്മമാരെ, ആ ഹബീബായ തങ്ങൾ ജീവന്റെ ജീവനായി കാണണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ ഒന്ന് ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ വഅദ് പറയാൻ ഒരിക്കലും അർഹതയുള്ള ആളല്ല. ഞാൻ എത്ര വലിയ തമ്മടിയാണ്. അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ.
ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമുക്ക് വേണ്ടി ദുആ ചെയ്തു. നമ്മുടെ വിജയത്തിന് വേണ്ടി ഹബീബായ തങ്ങള് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങിയ മാസമാണ്, മിഅ്റാജ് പോയ മാസമാണ് റജബ്. ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം എന്താണ്? അല്ലാഹ് ഏറ്റവും വലിയ മാള് അല്ല, ലോകത്തിലുള്ള ഏറ്റവും വലിയ സുഖ സൗകര്യമുള്ള സൗന്ദര്യമുള്ള വീടല്ല, ലോകത്ത് വെച്ച് ഏറ്റവും സൗകര്യമുള്ള വാഹനമല്ല. അല്ലാഹ്ക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഹബീബായ തങ്ങൾക്ക് അത്ഭുതത്തിന്റെ വാഹനങ്ങൾ കൊടുക്കാം, ദുനിയാവിൽ വലിയ സമ്പാദ്യം കൊടുക്കാം. അതൊന്നുമല്ല അല്ലാഹ് കൊടുക്കുന്ന സമ്മാനം. ഹബീബായ തങ്ങളെ നേരെ വിളിച്ചിട്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഉമ്മത്തികൾക്കും തങ്ങൾക്കും ഞാൻ തരുന്ന സമ്മാനം ഏതാണ്? 50 വഖത്ത് നിസ്കാരമാണ്. അല്ലാഹുവേ നിർവഹിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സമയമില്ല, ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇരിക്കണം, അല്ലാത്തവർ നല്ല ചെറുപ്പക്കാർ മുമ്പിൽ വരണം. ഞാൻ നിർത്തുകയാണ്. എൻ്റെ ഉമ്മമാരെ, നമുക്ക് വേണ്ടി സലാമത്ത് ചോദിച്ച് വാങ്ങിയ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ വിജയത്തിന് വേണ്ടി കേണപേക്ഷിച്ച ഹബീബായ തങ്ങള്, ആ തങ്ങളോട് ഒരു സമ്മാനം കൊടുത്ത നിസ്കാരമുണ്ടല്ലോ. ആരുടെ അരികിലേക്കാണ് 50 വഖ്ത് നിസ്കാരമായി വരുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയാണ്, യാ റസൂലല്ലാഹ്, നിങ്ങളെ ഉമ്മത്തീങ്ങള് ലൈഫീങ്ങളാണ്, അവർക്ക് അത് പറ്റൂല നബിയേ, അത് പറ്റൂല നബിയേ എന്ന് പറഞ്ഞു. അതിൽ നിന്ന് 45 കുറച്ചു, 5 കുറച്ച്. പിന്നെയും അള്ളാന്റെ അരികിലേക്ക് പോയി, അള്ളാനെ കണ്ടുമുട്ടി. എന്നിട്ട് 45 ഒറ്റയടിക്ക് 5 എന്താണ് അതിന്റെ രഹസ്യം? അള്ളാഹ് ഒരുപാട് ഇമാമികൾ എഴുതി വെക്കുന്നുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങള് ഇത് വിശദീകരിക്കുന്നത് കാണാം. എന്താണ്? 9 പ്രാവശ്യം അല്ലാഹുവിന്റെ അരികിലേക്ക് പോയി 50 വഖത്തിൽ നിന്ന് 45 വഖത്ത് കുറച്ചപ്പോ അതേ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, നിന്നെ ഒന്ന് എനിക്ക് കാണണം റബ്ബേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കണ്ണിന് ആ ശക്തി അല്ലാഹ് കൊടുത്തിട്ടില്ല. അതാർക്കാണ് കൊടുക്കാൻ ബാക്കി വെച്ചത്? ഹബീബായ തങ്ങൾക്കാണ്. ആ തങ്ങൾ 9ഓളം പ്രാവശ്യം ഇങ്ങനെ അള്ളാന്റെ വക്കലും മൂസാ നബി അലൈഹി സ്വലാമിന്റെ വക്കലും ഇടയിലങ്ങ് പോയി വരുമ്പോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സന്തോഷം എത്രയാണെന്നറിയോ? അള്ളാനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, അല്ലാഹുവിനെ കണ്ട ഹബീബായ മുത്തായ തങ്ങളെ ഞാൻ കണ്ടല്ലോ. അല്ലാ ഓരോ പ്രാവശ്യവും അള്ളാനെ സ്തുതിക്കുകയാണ്. നിന്നെ കണ്ട ഹബീബായ തങ്ങളുടെ പുന്നാര ഭൂമുഖം കാണാൻ എന്തൊരു ചന്തമാണ് അല്ലാ, എന്തൊരു ഭംഗിയാണ് അല്ലാ. വീണ്ടും അല്ലാന്റെ അരികിലേക്ക് വരുമ്പോ ഒരു ഭംഗി കൂടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ആവശ്യവും അല്ലാഹുവിന്റെ വക്കലിലേക്ക് പോയി വരുമ്പോ എന്തൊരു ചന്തമാണ് തങ്ങളെ കാണാൻ, എന്തൊരു ഭംഗിയാണ്. ആ നിലയ്ക്ക് 45 വഖത്ത് കുറച്ചു, 5 വഖത്തായിട്ട് നിസ്കാരം നമ്മെ ഏൽപ്പിച്ചു. ആ നിസ്കാരം പള്ളിയിൽ ജമാഅത്തായി നടക്കുമ്പോ ഹയ്യ അലസ്സലാ എന്ന് നീ നിസ്കാരത്തിലേക്ക് വരണമെന്ന് പറയുമ്പോ ഹയ്യ അലൽ ഫലാഹ്, നീ വിജയത്തിലേക്ക് വരണം. നിന്റെ വിജയം എവിടെയാണ്? 5 നേരത്തെ നിസ്കാരത്തിലാണ്. ആ
നിസ്കാരം നിന്റെ വിജയമാണ് മോനെ. എല്ലാവരും അവിടെ ഇരിക്കുക. ആ കസാര മുമ്പിലോട്ട് കൊണ്ടുവരിക. ഒന്ന് കുറിച്ച് പിടിക്കാറു നക്കിനിക്ക മലയാളം. അപ്പൊ ആ കസാല പിടിക്കരു. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താൻ പോവാൻ. അല്ലാഹ് 5 വഖത്ത് നിസ്കാരം എത്ര ഫവറുള്ളതാണ്. ഒരാള് സുബ്ഹി നിസ്കരിച്ചാൽ ഹബീബായ തങ്ങൾ പറയാൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ഓൻ അല്ലാഹുവിന്റെ ആളാണ് മോനെ, ബേജാറാകേണ്ട ആവശ്യമില്ല. മൻ സല്ലാ സ്വലാത്തു സുബ്ഹി, ഒരാള് സുബ്ഹി നിസ്കരിച്ചാൽ ഓൻ അല്ലാഹുവിന്റെ ആളാണ്. ഓനിക്ക് പിന്നെ വിഷമമില്ല, ഓനിക്ക് സിഹർ ചെയ്യുന്ന ആളില്ല, ഓനിക്ക് കണ്ണേര് തട്ടൂല, ഓൻ അല്ലാഹുവിന്റെ ആളായി കഴിഞ്ഞു. പക്ഷേ നിന്റെ നിസ്കാരം അങ്ങനെ ആയിരിക്കണം, നിന്റെ നിസ്കാരം അങ്ങനെയായിരിക്കണം. മൊബൈല് നോക്കണമെന്ന ചിന്തയിലാകാൻ പാടില്ല, അന്യപെണ്ണിനോട് സംസാരിക്കണമെന്ന നിലക്കാകാൻ പാടില്ല. എന്റെ നിസ്കാരത്തില് അതേ കച്ചവടത്തിന്റെ കണക്ക് കൂട്ടുന്ന നിസ്കാരമാകാൻ പാടില്ല. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം റബ്ബേ നിന്റെ വക്കൽ ഞാൻ നിൽക്കുകയാണ് അല്ലാഹ്, നിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി സൂറത്തുൽ ഫാത്തിഹ ഓതി. അല്ലാഹുവിന്റെ മഹത്വം പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്ത് ഓതി റുകൂ ചെയ്തു, ഇത്തിദാലിലെത്തി, വീണ്ടും സുജൂദ് ചെയ്തു. സലാം വീട്ടുന്നത് വരെ എന്റെ റബ്ബാകുന്ന അല്ലാഹ്, ആ ചിന്ത മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളറയിൽ അങ്ങ് വന്നാൽ ആ മനുഷ്യന്റെ ഖൽബിനെന്തൊരു സന്തോഷമാണ്. അതാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, മൻ സല്ലാ സലാത്തൽ ബർദൈനി, 2 നേരത്തെ നിസ്കാരം ഒരാൾ നിസ്കരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. അതായത് സുബ്ഹി നിസ്കാരം ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ, അസ്ർ നിസ്കാരം അഭിപ്രായമുണ്ട്, ഇശാ എന്ന അഭിപ്രായമുണ്ട്. ബർദൈനി എന്ന് പറഞ്ഞാൽ 2 നിസ്കാരം അവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് പറഞ്ഞാൽ അവനിക്ക് ദുഃഖം ഉണ്ടാകൂല, അവനിക്ക് വിഷമമുണ്ടാകൂല, അവനിക്ക് സിഹർ ചെയ്യുന്ന ഫലിക്കൂല, അവനിക്കൊരാള് കണ്ണീര് ഫലിക്കൂല. ഒരാൾ ളുഹ്ർ നിസ്കരിച്ചാൽ ഒരാൾ നിസ്കരിക്കേണ്ട രൂപത്തിൽ നിസ്കരിച്ചാൽ, ളുഹ്ർ നിസ്കരിച്ചാൽ ഒനിക്ക് നരകം അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് അസ്ർ നിസ്കരിച്ചാൽ നല്ല ശരീരത്തിന് നല്ല ആഫിയത്ത് കിട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഭയഭക്തിയുള്ള നിസ്കാരം. ഒരാൾ നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് വേണം? ചില ആള് പറയാറുണ്ട്, തങ്ങളെ എനിക്ക് പണിയുണ്ട്, അടക്കാത്തോട്ടത്തിൽ പണിയുണ്ട്, ഞാൻ ഡ്രൈവറാണ്, ഞാൻ ലോറിയുടെ ഡ്രൈവറാണ്. ഞാൻ മിഞ്ഞാന്ന് കൊടക് ജില്ലയിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ സുള്ളിയത്തിന്റെ അടുത്തൊരു സ്ഥലത്ത് നിർത്തിയപ്പോ വെള്ളം വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. നിർത്തിയപ്പോ ഒരു ലോറി ഡ്രൈവർ ഉണ്ട്, നമ്മുടെ ദക്ഷിണ കന്നഡ ജില്ലക്കാരനാണ്, അല്ലാഹു നന്നാക്കട്ടെ. ആ ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു നീ നിസ്കരിച്ച മോനെ? ഇല്ല. നീ എപ്പോഴാണ് നിസ്കരിച്ചത്? തങ്ങളെ എനിക്ക് കുളിക്കാൻ സമയം കിട്ടൂല, കുളിക്കാൻ സമയമില്ല. ഒരു ലോഡ് പോയിട്ട് വന്നാ പിന്നെ വീണ്ടും ഘട്ടത്തേക്ക് ലോഡ് പോകണം, സമയമില്ല തങ്ങളെ. വെള്ളിയാഴ്ച മാത്രം കുളിച്ചിട്ട് നിസ്കരിക്കൂ. ഇന്നാലില്ല, പറ്റൂല. നിസ്കാരത്തിന്റെ ഫവർ നിങ്ങൾ മനസ്സിലാക്കണം. ഒരാള് നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് വേണം? ഇരുന്നിട്ട് നിസ്കരിക്കണം. ഇരുന്നിട്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് വേണം? കിടന്നിട്ട് നിസ്കരിക്കണം, അല്ലെ? കിടന്നിട്ട് നിസ്കരിക്കണം. കിടന്നിട്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് വേണം?
തല കൊണ്ടിങ്ങനെ അനക്കാൻ പറ്റുമെങ്കിൽ അവൻ തല കൊണ്ടിങ്ങനെ ആംഗ്യം കാണിച്ച് നിസ്കരിക്കണം. തല കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് അവൻക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്ത് വേണം? കണ്ണിന്റെ പോളകൾ ഇങ്ങനെ അനക്കാനേ പറ്റുകയുള്ളൂ. അപ്പൊ കണ്ണിന്റെ പോളകളെ കൊണ്ട് അവൻ നിസ്കരിക്കണം. എന്നെ കണ്ണിന്റെ പോളകളെ കൊണ്ട് അവർക്ക് കണ്ണിങ്ങനെ ചിമ്മിയിട്ടാണ് അനക്കാൻ പറ്റുന്നില്ല. ഒരു പടി പോലെ കിടക്കുകയാണ്, മയ്യത്ത് പോലെ കിടക്കുകയാണ്. ആ മനുഷ്യനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ ഹൃദയത്തിൽ ഞാനിപ്പോൾ നിസ്കാരത്തിൽ ഉളു എടുത്ത് ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, മനസ്സുണ്ടല്ലോ, മനസ്സിന് ശക്തി കുറഞ്ഞിട്ടില്ല, ഞാൻ ഉളു എടുത്ത് ഞാനിപ്പോൾ ഈതിദാലിലാണ്, ഞാൻ തക്ബീർ ചൊല്ലി സൂറത്തുൽ അതേ ഫാത്തിഹ ഓതി റുകൂഇലാണ്, സുജൂദിലാണ്. ഇങ്ങനെ അവന്റെ മനസ്സിൽ നിസ്കാരത്തിന്റെ രൂപം കൊണ്ടുവരണം. ഇനി അതിനും അവനിക്ക് പറ്റുന്നില്ല. നിസ്കാരത്തിന്റെ രൂപം അവന്റെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ എന്തായി? മനസ്സ് പോയി, ഇല്ലേ? മനസ്സ് പോയാൽ പിന്നെ അവൻ മരിച്ചു എന്നർത്ഥം. നീ മരണത്തിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അസ്വലാ, നിസ്കാരമാണ്. ആ നിസ്കാരമില്ലാതെ നീ വലിയ ഇവിടെ ഖുത്ബിയത്ത് ചൊല്ലിയിട്ട് കാര്യമില്ല. അപ്പൊ ഈമാനുള്ളവൻ വിജയിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ الذين هم في صلاتهم خاشعون, അവന്റെ നിസ്കാരം അവൻ മുടക്കിയിട്ടില്ല. അവന്റെ നിസ്കാരത്തിൽ ഭയഭക്തിയുണ്ട്. അത് കഴിഞ്ഞിട്ടല്ല നിർത്തിയില്ല. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ചെറുപ്പക്കാരെ ഞാൻ നിർത്തുകയാണ്, ഉമ്മമാരെ ഞാൻ നിർത്തുകയാണ്. 12 മണി സമയമായി, നിങ്ങളൊക്കെ ഉറങ്ങേണ്ട സമയമാണ്. പക്ഷേ ഇത് പറയാതെ ഉറക്കം വരൂല. എത്ര ആളുകളാണ് സമയങ്ങൾ അനാവശ്യമായി കളയുന്നത്. അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നമ്മളെ സമയത്തെ കുറിച്ച് റബ്ബ് ചോദ്യം ചെയ്യോ? നമ്മളെ അനാവശ്യ പ്രവണതകളെ കുറിച്ച് ചോദ്യം ചെയ്യോ? വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആവശ്യമില്ലാത്ത ഇടപാട് വേണ്ട, ആവശ്യമില്ലാത്ത പ്രവൃത്തി നിന്റെ വക്കൽ നിന്നുണ്ടാകാൻ പാടില്ല. നീ അനാവശ്യമായി സംസാരിക്കണ്ട, അനാവശ്യത്വത്തിലേക്ക് നിന്റെ കണ്ണ് നോക്കണ്ട, അനാവശ്യത്വത്തിലേക്ക് നിന്റെ ചെവി കേൾക്കണ്ട. തങ്ങളെ ഞാൻ കുറ്റം പറയലില്ല, ഞാൻ ഒരാളെ ഗീബത്ത് പറയലില്ല. പക്ഷേ ഇന്ന് പീടികയിലിരുന്നപ്പോ, അങ്കടിയിലിരുന്നപ്പോ മറ്റവൻ പറയുന്നുണ്ട് മറ്റൊരു ഉസ്താദിന്റെ തെറിയേ, മറ്റൊരാള് പറയുന്നുണ്ട് ആ മറ്റൊരുത്തന്റെ ഗീബത്തിനെ. ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളത് തന്നെ ഇഷ്ടമില്ലാത്തത് പറയലാണ്. അല്ലാഹ്, ഈ ആജിയാർ എന്തോ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അയാൾ എന്തോ ഒരു നന്മ ചെയ്തു, ആ നന്മ എടുത്ത് പറയാൻ അയാൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അതോ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ആ സന്തോഷത്തിന്റെ ഗുണത്തിൽപ്പെടും. പക്ഷേ അയാളുടെ ഒരു വേണ്ടാത്തത്, ഇഷ്ടമില്ലാത്തത് ഞാൻ പറഞ്ഞു പോയാൽ അല്ലാ, നീ നിസ്കരിച്ച നിസ്കാരം അയാൾക്ക് കൊടുത്തു. നീ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നാളെ ആഖിറത്തിൽ കൊടുക്കണോ? ഈ തങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ നിങ്ങളെ നിസ്കാരം തങ്ങൾക്ക് കിട്ടി. നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞാൽ, നിങ്ങളെ ഗീബത്ത് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്ത നല്ല ഹസനാത്തുകൾ എന്റെ ഹസനാത്തിലേക്ക് വന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഖുർആൻ പറയുന്നു ഈമാനുള്ളവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞതിന്റെ രണ്ടാമത്തെ ഏതാണ്? വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആവശ്യമില്ലാത്ത പ്രവൃത്തിയിൽ ഇടപെടണ്ട. അത് പറഞ്ഞിട്ടല്ല നിർത്തിയില്ല, ഞാൻ ചുരുക്കി പറയുകയാണ്. വല്ലദീന ഹും ലിസ്സകാത്തി
ഫായിലൂൻ. സകാത്ത് കണക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. ഇല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് എത്ര ആളുണ്ട് സകാത്ത് കണക്ക് കൂട്ടിയിട്ട് കൊടുക്കുന്ന ആൾ? എത്ര ആളുണ്ട്? ഇത് റമദാനിൽ വരുമ്പോ ഇത് എന്റെ സകാത്താണ്, ഇത് മണ്ണാങ്കട്ട സകാത്ത്, അങ്ങനെ ഒരു സകാത്തുണ്ടോ? 1/4 നമ്മൾ സകാത്ത് കൊടുക്കണം. മുതലിന്റെ സകാത്ത് അതിന്ന് കൊടുത്തു വീട്ടുന്നവർ എത്രയുണ്ട്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഞാൻ അതൊക്കെ ചുരുക്കി പറയാണ്, സമയമില്ല. എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഓ ഉമ്മമാരെ, ഓ ചെറുപ്പക്കാരെ, തങ്ങള് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉസ്താദാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തലേ കെട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖൽബാണ് നന്നാക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വളരെ വ്യക്തമായിട്ട് സൂക്ഷിക്കാൻ പറയാണ്, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഈ ആയത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ഇത്ര ആയത്തുകളാണ്. ഈ ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അല്ലാ, നിന്റെ ഗുഹ്യ സ്ഥാനം നീ സൂക്ഷിക്കണം മോനെ. നീ വ്യഭിചരിച്ചു പോകരുതെന്ന് ഖുർആൻ നിനക്ക് സ്വർഗ്ഗം തരണ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഓ ഉമ്മമാരെ, ഓ ചെറുപ്പക്കാരെ, ഭർത്താവ് ഗൾഫിലാണ്, അന്യപെണ്ണിനെ സല്ലപിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഉമ്മമാരുണ്ടല്ലോ, ഒന്ന് ഓർക്കണേ, നാളെ ആഖിറത്തിൽ വിജയം വേണോ? ഈമാനുള്ളവൻ വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അവസാനമായിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, നമ്മളുടെ ഗുഹ്യ സ്ഥാനമുണ്ടല്ലോ, അതൊന്ന് സൂക്ഷിക്കണേ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഇന്ന് വ്യഭിചാരത്തിന് സുപ്രീം കോടതി അലൗഡ് കൊടുത്ത കാലമാണ്. അല്ലാ, നീ ഞങ്ങളെ കാക്കണേ. അല്ലാ, ഹൈക്കോടതിയിൽ വിധി വന്നു, ഒരാണും പെണ്ണും ഒരു റൂമിൽ കഴിയുന്നത് കുഴപ്പമില്ലാതെ പ്രായപൂർത്തിയായാൽ വിഷയമില്ല. എവിടെ എത്തിപ്പോയി നമ്മുടെ ഗവൺമെന്റുകള്? എവിടെ എത്തിപ്പോയി നമ്മുടെ ദീന്? അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അപ്പൊ ഇത്രയും വിഷയങ്ങൾ ഒരു മനുഷ്യൻ സൂക്ഷിച്ചാൽ അവൻ വിജയിച്ചു കഴിഞ്ഞു. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ പടച്ചോനെ, ഞങ്ങളെ ഉമ്മമാരെ കാക്കണം. ഞാൻ നിർത്തുകയാണ് മുഅ്മിനീങ്ങളെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖബറിൽ നമ്മളെ വെച്ചാൽ രണ്ടാമതായിട്ടൊരു ചോദ്യമുണ്ട്. വമൻ നബിയുക, നിന്റെ നബി ആരാണ്? എന്റെ നബി ആരാണെന്ന് എനിക്ക് പറയാൻ എന്റെ അല്ലാഹനെ ഞാൻ ധാരാളം സ്നേഹിക്കണം. ഹബീബായ തങ്ങളെ സ്നേഹിക്കണം. തങ്ങളെ ഒന്ന് കാണണ്ടേ ഉമ്മമാരെ? തങ്ങളോടൊരു സലാം പറയണ്ടേ? തങ്ങളോട് നമ്മുടെ സങ്കടം പറയണ്ടേ? ആ തങ്ങളോട് നമ്മുടെ അവലാതി പറയണ്ടേ? ആ തങ്ങളത് കേൾക്കൂലേ? ഒരു സംശയവുമില്ല. ആ തങ്ങൾ കേൾക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഖുർആൻ പറഞ്ഞതാണ്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തങ്ങളാരാണ്?
നിങ്ങളെ കാണുന്ന നേതാവാണ്, നിങ്ങളെ പ്രതിസന്ധി അറിയുന്ന നേതാവാണ്. ആ തങ്ങളിൽ വല്ലാത്ത സ്നേഹം എനക്കുണ്ടാകണം, നിങ്ങൾക്കുണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ തങ്ങൾ ആരാണ്? സാധാരണക്കാരനല്ല. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമായിരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഈ തങ്ങൾ ഇന്ന് വന്നിട്ട് നിങ്ങളോട് വയത് പറഞ്ഞ് അല്ലാഹ് തിരിച്ചു പോകുമ്പോ ഞാൻ രക്ഷപ്പെടാൻ ഞാൻ മുഅ്മിനാകണം. വല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. ഞങ്ങളുടെ നിസ്കാരം നല്ല ഭയഭക്തിയുള്ള നിസ്കാരമാകണം. വല്ലദീനഹും അനിൽ ലഗ്വി മുരിദൂൻ. ആവശ്യമില്ലാത്ത ഒരു പ്രവൃത്തിയിലും ഞാൻ ഇടപെടൂല. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. എന്റെ ഗുഹ്യസ്ഥാനം ഞാൻ സൂക്ഷിക്കുക തന്നെ ചെയ്യും. വ്യഭിചാരത്തിലേക്ക് ഇനി ഞാൻ പോകൂല. വിശുദ്ധമായ റജബിൽ നിങ്ങളൊന്ന് പ്രതിജ്ഞ എടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങള് ആ തങ്ങളെ ഹളറത്തിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടിയാണ് കടന്നു വരാറുള്ളത്. ആ ഹബീബായ തങ്ങളെ ചാരത്ത് സിദ്ദീഖ് തങ്ങളൊന്ന് തലയുയർത്തിയിൽ ഒരു സംസാരം ഉണ്ടാകൂല. ഉസ്മാൻ അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദീനിന്റെ കാര്യമാണെങ്കിൽ ധീരതയോടെ സംസാരിക്കും. പക്ഷേ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ശബ്ദം കേൾക്കൂല. നിങ്ങളെല്ലാം മദീനത്ത് പോയവരായിരിക്കും. അല്ലാഹുവേ ഞങ്ങളെ മദീനയിലെത്തിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ചാരത്തെത്തിക്കണേ അല്ലാഹ്. ആ തങ്ങള് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് സ്വർഗമാണ്. അള്ളാന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു മാ ബൈന ഖബ്രി വ മിംബരി. എന്റെ ഖബറിന്റെയും എന്റെ മിംബറിന്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗാണെങ്കിൽ തങ്ങളെ ഖബർ സ്വർഗല്ലേ. വ മിംബരി വ ഹൗലി. അള്ളാന്റെ ഹബീബായ തങ്ങള് നിസ്കരിച്ച ഒരു മിമ്പറുണ്ട് റബ്ബേ, ഞങ്ങൾക്ക് അവിടെ എത്തി. ആ സ്വർഗത്തിൽ കേറി ആ മിമ്പറിൽ വെച്ചിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ആ മിമ്പറിന്റെ നേരെ താഴെയാണ് ഹൗലുൽ കൗസർ ഉള്ളത്. ആ ഹൗലുൽ കൗസർ നിങ്ങൾ മദീനത്ത് പോയാൽ കാണാം. ആ ബൈന ഖബ്രി വ മിംബരി എന്ന് പറയുന്ന സ്ഥലം. ആ റൗളയിൽ ചെന്നാൽ ഒരു ചെറിയ മെഹ്റാബ് കാണാം. അതാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് തങ്ങളുടെ മെഹ്റാബ്. ഓ മെഹ്റാബി വ മിംബരി വ മിംബരി വ ഹൗലി. എന്റെ ഹൗലുൽ കൗസർ നേരെ താഴത്താണ്. അവിടെ ഒരാൾ നിസ്കരിച്ചാൽ, എന്നെ ഒരാൾ സന്ദർശിച്ചാൽ അവനിക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മദീനത്തെ പള്ളിയിൽ കയറിയാൽ ആരും ഉണ്ടൂല്ല. ശബ്ദമുയർത്തിയാൽ തന്നെ കേൾക്കൂല. പോയവരെത്ര പേരുണ്ട് ഈ സദസ്സിലൊന്ന് കൈവന്തിക്കണം. മദീനത്ത് പോയവരൊന്ന് കൈവന്തിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് പോകാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അവിടെ പോയിട്ട് ശബ്ദം കേൾക്കാറുണ്ടോ? മദീനത്തെ പള്ളിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരാൾ ശബ്ദത്തിൽ സംസാരിച്ചാൽ വരെ കേൾക്കൂല. അല്ലാ, ഞാൻ 2 മാസം മുമ്പ് മദീനയിൽ പോയപ്പോ റസൂലുള്ളാഹിക്ക് സലാം പറയുന്ന വാതിലിലൂടെ കേറിയപ്പോ എന്റെ മുന്നിലുണ്ട് ഒരു നൈജീരിയക്കാരൻ. ആ മനുഷ്യനതാ എന്റെ മുമ്പിൽ നിന്നിട്ട് റസൂലുള്ളാഹിക്ക് സലാം പറയുന്ന ഓട്ടയുണ്ട്, ഓൾസുണ്ട്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നവിടെ സലാം പറയുന്നതിന്റെ മുമ്പ് എന്റെ മുന്നിലുള്ള നൈജീരിയക്കാരനുണ്ടല്ലോ, സലാം പറഞ്ഞിട്ട് അവിടെ വീണ് മരണപ്പെട്ടു പോയി. സലാം പറഞ്ഞിട്ട് മരിക്കുമ്പോ യാ റസൂലല്ലാഹ്
എന്ന് വിളിച്ചിട്ടാണ് മരിക്കുന്നത്. എന്തൊരു ഭാഗ്യമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഈ തങ്ങളെപ്പം മരിക്കൂന്ന് പറയാൻ പറ്റുമോ? നിങ്ങളെപ്പം മരിക്കൂന്ന് പറയാൻ പറ്റുമോ? ഈ ഗ്യാരണ്ടി ഇല്ലാത്ത നമ്മളെന്തിനാണ് ഒരാളെ കുറ്റം പറയുന്നത്? ഒരാലിമീങ്ങളെയും ഗ്രൂപ്പ് ധരിച്ച് കുറ്റം പറയണ്ട. ചില ആള് മനസ്സിലാക്കി 100ാം വാർഷികം സമസ്തന്റെ സമ്മേളനം നടന്നപ്പം പറഞ്ഞു, ഞങ്ങളെ സമ്മേളനമാണ് 100ാം വാർഷികം, ഞങ്ങളതാണ് 100ാം വാർഷികം, എല്ലാവരും നടത്തിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. നാളെ ആഖിറത്തിലെത്തുമ്പോ അല്ലാഹുവിന്റെ ദീൻ, ആ സുന്നത്ത് ജമാഅത്ത് ആരാണ് പറഞ്ഞത്? അവരെ റസൂലുള്ളാഹ് മാടി വിളിക്കും കേട്ടോ. ഒരാളെയും ഹബീബായ തങ്ങൾ മുടക്കൂല. തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? തങ്ങളൊരാളെയും മുടക്കാത്ത നബിയല്ലേ. ഇൻഷാ അല്ലാഹ് ഭാരപ്പെട്ടൂരിലുള്ള മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങളെ ഒന്ന് കാണണോ? എപ്പോഴാണ് കാണേണ്ടത്? ഞാൻ ഇന്ന് രാത്രി ഉറങ്ങുമ്പോ എന്റെ ഉറക്കിൽ ഹബീബായ തങ്ങള് വരണോ? തങ്ങള് വരുന്നില്ല തങ്ങളെ എന്ന് ചോദിച്ചാൽ തങ്ങള് വരൂല. ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യം 5 കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. കൃത്യമായ 5 വഖത്ത് നിസ്കാരം കളാക്കിക്കൂടാ. തങ്ങളെ സക്കറാത്തിന്റെ സമയത്ത് പറഞ്ഞതാണ്. അത് മുടക്കല്ലേ മക്കളെ. പിന്നെ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിയൂൻ എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഗ്രൂപ്പ് ധരിച്ചിട്ട് കുറ്റം പറയുമ്പോൾ അത് കേൾക്കാൻ പോകണ്ട. ഗൈബത്ത് പറയുന്നത് കേൾക്കാൻ പോകണ്ട. ആലിമീങ്ങളെ ചീത്ത പറയുന്നത് കേൾക്കാൻ പോകണ്ട. ഞാൻ പറഞ്ഞിട്ടില്ല തങ്ങളെ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. നാളെ ആഖിറത്തിൽ നിന്റെ കേൾവിയെ കുറിച്ച് റബ്ബ് ചോദിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതേ കണക്ക് കൂട്ടിയിട്ട് സക്കാത്ത് കൊടുത്ത്, അതേ നിന്റെ ഗുഹ്യ സ്ഥാനം വ്യഭിചാരത്തിൽ നിന്നൊക്കെ സൂക്ഷിച്ച് ഹലാലായ നിന്റെ ഭാര്യയിലൂടെ മാത്രമല്ലാതെ, അതേ നിന്റെ ഭാര്യയിലൂടെ മാത്രമല്ലാതെ അത് നടന്നിട്ടില്ല. അങ്ങനെ ഉറപ്പ് വരുത്തിയ മനുഷ്യ സല്ലൂ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തങ്ങ് ചൊല്ലിക്കോ. ആ സ്വലാത്തിനൊരു മാധുര്യമാണ്, എന്തൊരു മഹത്വമാണ്. ഇമാമുന ശഫീ റഹിമഹുല്ലാഹ്, നിങ്ങൾക്കറിയോ ജനങ്ങളെ, റമളാനിൽ 2 കത്തം തീർക്കുന്ന മാനവറുകള് ഈ റമളാൻ അല്ലാതിരിക്കുമ്പോ ഒരു ദിവസം രാവിലെ ഇരുന്നാൽ വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരു ഖത്തമോദി തീർക്കുന്ന മഹാൻ. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, വാട്സപ്പ് എത്ര നോക്കിയിട്ടുണ്ട്, ഫേസ്ബുക്ക് എത്ര നോക്കിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം എത്ര നോക്കിയിട്ടുണ്ട്? എന്റെ റബ്ബിന്റെ കലാ, ഇന്ന് സുബ്ഹി നിസ്കരിച്ചിട്ട് വൈകുന്നേരമാകുമ്പോ ഖുർആൻ ഞാൻ എത്ര ഓതിയിട്ടുണ്ട് പറയാൻ ഇന്ന് വട്ടപൂജ്യമാണ്. അല്ലാഹു കാക്കട്ടെ. മഹാനവറുകൾ പറയാണ്, ഇമാമുന ശഫീ റഹിമഹുല്ലാഹ് മരണപ്പെട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ശിഷ്യനുണ്ട്. മഹാനവറുകൾ പറയാണ്, ആ മഹാനവറുകൾ പറയാണ്, മഫഅലല്ലാഹു ബിക യാ ഉസ്താദ് ഇദ്രീസ് ശഫീ റഹിമഹുല്ലാഹ്. ശഫീ ഇമാമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളെ ഹാലെന്താണ്? അപ്പൊ മഹാനവറുകൾ പറയാണ്, ഓ അബ്ദുൽ ഹക്കീം, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ സന്തോഷമാണ്.
സന്തോഷിക്കാനുള്ള വക എന്താണ്? എന്നെ ഖബറിൽ അങ്ങ് വെച്ചപ്പോൾ ഒരു പുതിയ ആപ്പളയെ സ്വീകരിക്കുന്നത് പോലെ ഖബറിൽ എന്നെ സ്വീകരിക്കാൻ മലക്കുകളുണ്ട്. മൂട് പലക അങ്ങ് വെച്ചപ്പോ ഖബറ് വിശാലമായി. വദഫഫ്തു ഇലൽ ജന്ന, എന്നെ സ്വർഗ്ഗത്തിലേക്ക് ആനയിച്ചു. ചോദിച്ചു, ഈ സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെ? മഹാനവറുകൾ പറയാണ്, ഞാൻ ലക്ഷക്കണക്കിന് കിതാബ് ഉണ്ടാക്കിയത് കൊണ്ടല്ല, ഞാൻ ഇവിടെ ഒരുപാട് ഖുർആൻ ഓതിയത് കൊണ്ടല്ല, എനിക്ക് ഈ സ്ഥാനം കിട്ടിയത് ഞാൻ റിസാല എന്ന കിതാബ് ഉണ്ടാക്കി. ആ കിതാബിന്റെ അവസാനം ഒരു സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ദക്കറഹു الذاكرون وغفل عن ذكره الغافلون. ഈ സലാത്ത് ഞാൻ എഴുതിയത് കൊണ്ട് എന്റെ റബ്ബ് എന്നെ സ്വീകരിച്ചു. ഈ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് മലക്കുകൾ എന്നെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഭാരപെട്ടൂലുള്ള ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ഖബറിൽ വെച്ചാൽ എന്റെ ഹബീബായ തങ്ങൾ ഞാൻ ചൊല്ലിയ സ്വലാത്ത് കാരണമായിട്ട് എന്റെ ഖബർ സ്വർഗ്ഗമാകണോ എന്ന ചിന്ത നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകണേ. ഉമ്മമാരെ, ചെറുപ്പക്കാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച രാവാണല്ലോ, റജബ് മാസമാണല്ലോ. ഹബീബായ തങ്ങളെ മദീനയിൽ നിന്ന് ഭാരപ്പെട്ടു എന്ന കുഗ്രാമം കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാകൂ. കാരണം അവർ വല്ല ഈമാനുള്ളവരല്ലെങ്കിലോ, അവര് പാവപ്പെട്ടവരാണെങ്കിലോ, അവര് ദോഷം ചെയ്തവരാണെങ്കിലോ, എന്റെ മദ്ഹ് പറഞ്ഞ് എന്റെ സ്വലാത്ത് ചൊല്ലി എന്നോട് ചോദിക്കുമ്പോ മഅറൂലത്തുൻ അലയ്യാ, വെള്ളിയാഴ്ച രാവ് എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് നേരെ മുമ്പിലിരുന്ന് ചൊല്ലുന്നത് പോലെയാണ്. പാരവെട്ടൂരിലുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അതേ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകൾ ആരാണ്? നലവേരും ഇശാദോളുപോലെ 40 ഈറ്റാണ്ടോളം സുബ്ഹി തോളുപോവർ. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു കൊല്ലമല്ല, 2 കൊല്ലമല്ല, 40 കൊല്ലം മഹാനവറുകൾ ഇശാഇന് വുളു എടുത്തിട്ട് അതേ വുളു കൊണ്ട് സുബഹി നിസ്കരിച്ചു എന്ന് പറയുമ്പോ രാത്രി ഉറങ്ങിയോ ഇല്ല. വെറുതെ കുത്തുബായതല്ല, വെറുതെ പച്ചശാലിട്ടിട്ട് ഔലിയായതല്ല, തസ്ബീഹ് മാല പിടിച്ചിട്ട് വലിയായതല്ല, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച മഹാനാണ്. ഇൻഷാ അല്ലാഹ് ആ മഹാനെയും തിരിച്ചു നിർത്തി നമുക്ക് റബ്ബിന്റെ മുമ്പിൽ സാക്ഷി നിർത്തി ദുആ ചെയ്യണം. അല്ലാഹു ഖബൂലാക്കട്ടെ. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ അവിടുത്തെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് വിളിച്ചു വരുത്തി, വലിയ സദസ്സുണ്ടാക്കി, ഖുർആൻ ഓതാൻ പറഞ്ഞു. അപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നപ്പോൾ റൂഹ് പിടിക്കാൻ തുടങ്ങിയപ്പോ മഹാനവറുകൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുകയാണ്. മഹാനവറുകൾ പറയാണ് വഅലൈക്കുമുസ്സലാം, സലാം അടക്കുകയാണ്. ശിഷ്യന്മാര് ചോദിച്ചു, നിങ്ങൾ ആരോടാണ് ഈ സലാം അടക്കുന്നത്? എന്റെ ഉപ്പാപ്പ മുത്തു റസൂലുള്ള വന്നിട്ടുണ്ടേ. ജനങ്ങളെ, ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ, തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ എന്റെ നേരെ മുമ്പിൽ ഹബീബായ തങ്ങളെ, എന്റെ മൗത്തിന്റെ ഹാലിൽ സക്കറാത്തിന്റെ വേദനയിൽ ഹബീബായ തങ്ങള് നമ്മുടെ അടുത്ത് വരൂ.
ഒരു സംശയവുമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങളെ കാണണമെന്നറിയുന്ന ആളൊന്ന് കൈ വന്ദിച്ചേ. നീ ഞങ്ങൾക്ക് വിശുദ്ധമായ റജബ് മാസത്തിന്റെ ഈ പാതിരാരാവിൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഖുതുബിയത്തിന്റെ മജ്ലിസിൽ ഞങ്ങൾ ചോദിക്കുന്നു, തങ്ങളെ ഒന്ന് കാണിക്കണേ അല്ലാ. തങ്ങളെ കാണിക്കാതെ ഞങ്ങളെ റൂഹ് പിടിക്കല്ല അല്ലാ. തങ്ങളെ കാണിക്കണേ അല്ലാ. തങ്ങളോട് ഞങ്ങൾക്കൊരു സലാം പറയാനുണ്ട്. ഞങ്ങളെ ഈമാനിന്റെ കാര്യം പറയാനുണ്ട്. ഞങ്ങളെ ഖബറിന്റെ കാര്യം പറയാനുണ്ട്. ഞങ്ങളെ മഹ്ശറയുടെ കാര്യം പറയാനുണ്ട്. അതിന് ഒരു വിശാലമായ സമയം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. കാണിക്കണേ അല്ലാ. തങ്ങളെ കണ്ടിട്ട് ഈമാനിന്റെ കാര്യം പറയാനുണ്ട്. റബ്ബേ, തങ്ങളോട് യാ റസൂലല്ലാഹ് ഞങ്ങൾ മരണപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റണം. തങ്ങളെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കാൻ പറ്റണം. ഈമാനോടുകൂടി ഒന്ന് മരിച്ചു കിട്ടണം. ഖബറിൽ രക്ഷപ്പെടണം. ഇതൊക്കെ പറയാൻ ദുനിയാവിൽ ഹബീബായ തങ്ങളെ ഒരു വട്ടമെങ്കിലും കാണിച്ചു തരണേ അല്ലാ. കാണിച്ചു തരണേ അല്ലാ. ഞാനിവിടെ മുമ്പ് വയതിന് വന്നപ്പോൾ നിങ്ങളോട് 101 വട്ടം സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോന്നറിയൂല. അല്ലാ, ഈ തങ്ങൾ ഇവിടെ വന്നിട്ട് സലാം പറഞ്ഞത്, സലാത്ത് ചൊല്ലണോന്ന് പറഞ്ഞത് കൊണ്ട് ചെല്ലണ്ട. പക്ഷേ എൻ്റെ അഭിമന്യരായ ശൈഖുനാ ശൈഖ് സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളെ ഏൽപ്പിച്ച ഒരു കർത്തവ്യം അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു 101 വട്ടം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുടങ്ങാതെ എല്ലാ സമയത്തും ഞാൻ ചൊല്ലൂ എന്ന് പറയുന്ന ആള് ഈ വിശുദ്ധമായ റജബിന്റെ വെള്ളിയാഴ്ച രാവ് ഇതിനെ സാക്ഷി നിർത്തിയിട്ട് പറയാണ്, ഇൻഷാ അല്ലാഹ് തങ്ങളെ കാണും, ഒരു സംശയവുമില്ല. ആരാണ് ആ ചൊല്ലാൻ പറ്റുന്നവർ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തൗഫീഖ് ചെയ്യണേ അല്ലാഹ്, തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇവിടെ പള്ളിക്ക് സഹായിച്ചവരുണ്ട്. ആരെങ്കിലും ഒരാൾ ഒരു പള്ളിക്ക് സഹായിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് തന്നെ അല്ലാഹ് കൊടുക്കൂന്നല്ലേ. അല്ലാഹുവേ, നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഈ പള്ളിക്കാരെല്ലാം സഹായിച്ചിട്ടുണ്ടോ? ആ സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണേ അല്ലാഹ്. ആ പള്ളിന്റെ ഏറ്റവും വലിയ ശിയാറാണ് മുനാരം, അല്ലേ? മുനാരം വേണം. അല്ലാഹുവേ, അതിന് ഒരു 10 ആളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മുനാരം നമുക്കുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടുത്തെ ഉസ്താദ് പറഞ്ഞു, തങ്ങളെ ഇവിടുത്തെ ഇക്കൊല്ലം നിങ്ങളൊരു മുനാരവും കൂടി ആക്കിയിട്ട് പോകണം. പിന്നെ തങ്ങളെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, ഞങ്ങളെ നാവ് നിന്റെ ദീനിനെ യാചിക്കാൻ വേണ്ടിയുള്ള